ക്വസ്റ്റ്യൻ നോക്കൂ. Mr. Ravi Verma is a leading medical practitioner. From the following receipt and payment account, determine his taxable income from the profession for the assessment year 2021-22. അതായത് ഒരു മെഡിക്കൽ പ്രാക്ടീഷണർ, ഒരു മെഡിക്കൽ ഫീൽഡിലുള്ള ഒരാളുമായി ബന്ധപ്പെട്ടിട്ടുള്ള അയാളുടെ പ്രൊഫഷണൽ റെസിപ്റ്റും പ്രൊഫഷണൽ പേയ്മെന്റ് അടങ്ങിയിട്ടുള്ള ഒരു റെസിപ്റ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ട് ആണ് നമുക്ക് ഇവിടെ തന്നിട്ടുള്ളത്. അത് വെച്ചിട്ട് അയാളുടെ പ്രൊഫഷണൽ ഇൻകം കമ്പ്യൂട്ട് ചെയ്യാനാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കുക, റെസിപ്റ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ട് എന്ന് പറയുമ്പോൾ അതിന്റെ ഡെബിറ്റ് സൈഡ് റെസിപ്റ്റ് ആയിരിക്കും, ക്രെഡിറ്റ് സൈഡ് പേയ്മെന്റ് ആയിരിക്കും. ഒരു ക്യാഷ് ബുക്കിന് ഈക്വൽ ആണ് എന്ത് റെസിപ്റ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ട് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഡെബിറ്റ് സൈഡിൽ നമുക്ക് കാണാം അയാളുടെ ഇൻകംസ്, ഈ ബാലൻസ് ബ്രോ ഡൗൺ അതുപോലെ തന്നെ ബാലൻസ് ക്യാരി ഡൗൺ, ആ രണ്ട് ഡാറ്റയ്ക്ക് എന്തില്ല, നമുക്ക് ഇമ്പോർട്ടൻസ് ഇല്ല. ഓക്കെ, ബാലൻസ് ബ്രോ ഡൗൺ എന്ന് പറഞ്ഞാൽ എന്താണ്, കഴിഞ്ഞ വർഷത്തെ എന്താണ് ബാലൻസ് ഇങ്ങോട്ട് ബ്രോ ഡൗൺ ചെയ്യാണ്. അപ്പോൾ നമ്മൾ ഈ വർഷം നമ്മുടെ ഒരു ഇൻകം സ്റ്റേറ്റ്മെന്റ് അല്ലെങ്കിൽ പ്രൊഫഷണൽ ഇൻകം കമ്പ്യൂട്ട് ചെയ്യുന്ന സമയത്ത്, ഇൻകം ടാക്സിന്റെ ഭാഗമായിട്ട് കമ്പ്യൂട്ട് ചെയ്യുന്ന സമയത്ത് ഈ വർഷത്തെ ടാക്സ് ലയബിലിറ്റി കാണാൻ വേണ്ടിയിട്ടാണ് ഇൻകം കാണുന്നത്, പ്രൊഫഷണൽ ഇൻകം കണ്ടുപിടിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ബാലൻസ് ബ്രോ ഡൗൺ നമ്മൾ എന്ത് ചെയ്യേണ്ട, ഇതിലേക്ക് പരിഗണിക്കേണ്ട. ആ ബാലൻസ് ബ്രോ ഡൗൺ, ബാലൻസ് ക്യാരി ഡൗൺ ഒന്നും ഇതിൽ പരിഗണിക്കേണ്ട എന്നുള്ളതാണ്. ഓക്കെ, ദെൻ ബാക്കി വരുന്ന ഐറ്റംസ് നോക്കുന്ന സമയത്ത് റെസിപ്റ്റ് സൈഡിൽ നമുക്ക് ഒരുപാട് ഐറ്റംസ് കാണാം. കൺസൾട്ടേഷൻ ഫീസ്, ഡോക്ടർ അല്ലെങ്കിൽ മെഡിക്കൽ മേഖലയിലുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം കൺസൾട്ടേഷൻ ഫീസ് എന്ന് പറയുന്നത് എന്താണ്, അവരുടെ പ്രൊഫഷണലുമായി ബന്ധപ്പെട്ട വരുമാനം തന്നെയാണ്. ഓക്കെ, ആ പേര് തന്നെ മനസ്സിലാക്കാൻ സാധിക്കും. ദെൻ വിസിറ്റിംഗ് ഫീസ് അല്ലെ, വിസിറ്റിംഗ് ഫീസും എന്താണ്, ആ ഒരു പ്രൊഫഷണൽ ഇൻകം ആണ്. എന്തുകൊണ്ട്? കാരണം നമുക്കറിയാം ഡോക്ടേഴ്സ് ചിലപ്പോൾ എന്താണ് ഒരുപാട് പ്രൈവറ്റ് ക്ലിനിക്കുകളിൽ വിസിറ്റ് ചെയ്ത് അങ്ങനെ ജോലി ചെയ്യുന്നുണ്ടാവും. ചിലപ്പോൾ എന്താണ് ഹോം വിസിറ്റ് ഉണ്ടാവും, അങ്ങനെയൊക്കെ ഉണ്ടാവും. അപ്പൊ അത് എന്താണ്, വിസിറ്റിംഗ് ഫീസും ഒരു പ്രൊഫഷണൽ ഇൻകം തന്നെയാണ്. ഓക്കെ, സെയിൽ ഓഫ് മെഡിസിൻ, അത് എന്താണ്, ഡോക്ടറെ സംബന്ധിച്ചിടത്തോളം മരുന്ന് വിറ്റിട്ട് അവരുടെ ക്ലിനിക്കിൽ നിന്നും കൊടുക്കുന്ന മരുന്നിൽ നിന്നും ഒരു ലാഭം അവർക്ക് ഉണ്ടാകും. അപ്പോൾ അതും എന്താണ്, ഒരു പ്രൊഫഷണൽ റെസിപ്റ്റ് തന്നെയാണ്. ഓക്കെ, ദെൻ അടുത്ത് നോക്കൂ, ഇൻട്രസ്റ്റ് ഓൺ ബാങ്ക് ഡെപ്പോസിറ്റ്. ഇൻട്രസ്റ്റ് ഓൺ ബാങ്ക് ഡെപ്പോസിറ്റ് 2000 എന്ന് പറയുന്നുണ്ട്. ഈ ബാങ്ക് ഡെപ്പോസിറ്റ് പ്രൊഫഷണൽ റെസിപ്റ്റ് ആണോ? അല്ല, അല്ലെ? ബാങ്ക് ഡെപ്പോസിറ്റ് അല്ലെങ്കിൽ ഇൻട്രസ്റ്റ് ഓൺ ബാങ്ക് ഡെപ്പോസിറ്റ് എന്ന് പറയുന്നത് നമുക്ക് എഴുതാൻ നമുക്കൊരു ഹെഡ് ഉണ്ട് ഇൻകം ടാക്സിൽ. ഏതാണ് ഹെഡ്? ഇൻകം ഫ്രം അതർ സോഴ്സ് എന്ന് പറഞ്ഞ ഒരു ഹെഡ് ഉണ്ട്. അപ്പൊ ഇൻട്രസ്റ്റ്, ഡിവിഡന്റ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ അതർ സോഴ്സ് ഹെഡിലാണ് വരിക. അപ്പം അത് ബിസിനസിന്റെ അല്ലെങ്കിൽ ബിസിനസ് ഓർ പ്രൊഫഷണൽ എന്നുള്ള ഹെഡിൽ വരുന്ന ഐറ്റം അല്ല. സോ അത് ഇവിടെ എടുക്കേണ്ടതില്ല. ഓക്കെ, പിന്നെ ഇൻകം ഫ്രം മ്യൂച്വൽ ഫണ്ട്. ഇൻകം ഫ്രം മ്യൂച്വൽ ഫണ്ട് അതെന്താണ്, അതും പറഞ്ഞതുപോലെ അതൊരു പ്രൊഫഷണൽ റെസിപ്റ്റ് അല്ല. MF എന്ന മ്യൂച്വൽ ഫണ്ട് ആണ്, അതൊരു പ്രൊഫഷണൽ റെസിപ്റ്റ് അല്ല. അത് എടുക്കേണ്ടത് ഏത് ഹെഡിലാണ്? ഇൻകം ഫ്രം അതർ സോഴ്സ് എന്നുള്ള ഹെഡിലാണ് അതും എടുക്കേണ്ടത്. ഓക്കെ, ദെൻ ഇൻട്രസ്റ്റ് ഓൺ NSS, നാഷണൽ സേവിംഗ് സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്ന സംഭവമാണ്. നാഷണൽ സേവിംഗ് സെക്യൂരിറ്റി എന്നൊക്കെ പറയും. ഇത് എടുക്കേണ്ടതും നമ്മൾ ഈ ഹെഡിലല്ല. ഇത് എടുക്കേണ്ടതും ഏതിലാണ്? നമ്മുടെ എന്താ പറയാ, ഇൻകം ഫ്രം അതർ സോഴ്സ് എന്നുള്ള ഹെഡ് തന്നെയാണ് അത് എടുക്കേണ്ടത്. ഓക്കെ, ഇതിനടുത്താണ് ഓപ്പറേഷൻ തിയേറ്റർ. ഓപ്പറേഷൻ തിയേറ്റർ റെന്റ് എന്ന് പറയുന്നത് അത് എടുക്കേണ്ടതും ഇതാണ്. ഓപ്പറേഷൻ തിയേറ്റർ ആണെങ്കിൽ ഒരു മെഡിക്കൽ പ്രാക്ടീഷണറെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ഒരു ഡോക്ടറെ സംബന്ധിച്ചിടത്തോളം എന്താണ്, മെഡിക്കൽ ഫീൽഡുമായി ബന്ധപ്പെട്ട ഒരു ഇൻകം തന്നെയാണല്ലോ ഓപ്പറേഷൻ തിയേറ്ററിൽ നിന്ന് ലഭിക്കുന്ന വരുമാനം എന്ന് പറയുന്നത്. സോ അത് എടുക്കേണ്ടത് ഏത് ഹെഡിൽ തന്നെയാണ്? ഈ പ്രൊഫഷണൽ ഇൻകം എന്നുള്ള ഈ ഹെഡ് തന്നെയാണ്. അപ്പോൾ നമുക്ക് ഇവിടെ തന്നിട്ടുള്ള റെസിപ്റ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ടിൽ അകത്ത് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാകും എന്താണ്, അയാളുടെ ഒരു പ്രൊഫഷണൽ റെസിപ്റ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ട് ആണെങ്കിൽ പോലും അതിനകത്ത് പ്രൊഫഷണലുമായി റിലേറ്റഡ് അല്ലാത്ത എന്തുണ്ട്, റെസിപ്റ്റുകൾ ഉണ്ട്. ഓക്കെ, നമ്മള് പ്രൊഫഷണൽ ഇൻകം കമ്പ്യൂട്ട് ചെയ്യുന്നതിന്റെ ഫോർമാറ്റ് പഠിച്ചിരുന്നു. അതിൽ പറഞ്ഞിരുന്നത് എങ്ങനെയായിരുന്നു? നമ്മൾ നോക്കേണ്ടത് പ്രൊഫഷണൽ റെസിപ്റ്റിൽ നിന്നും പ്രൊഫഷണൽ പേയ്മെന്റ് മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? പ്രൊഫഷണൽ ഇൻകം കിട്ടും. അപ്പോൾ നമുക്ക് തന്നിട്ടുള്ള ഡീറ്റെയിൽസിൽ നിന്നും പ്രൊഫഷണൽ റെസിപ്റ്റുകൾ ഏതൊക്കെയാണെന്ന് വെച്ചാൽ അത് നമ്മൾ എന്ത് ചെയ്യുക, ലിസ്റ്റ് ചെയ്തെടുക്കുക. അതിൽ നിന്നും പ്രൊഫഷണൽ പേയ്മെന്റ്സ് ഏതൊക്കെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതായത് പ്രൊഫഷനുമായി ബന്ധപ്പെട്ടിട്ട് വരുന്ന പേയ്മെന്റ്സ് ഏതൊക്കെയാണെന്ന് വെച്ചാൽ അത് നമ്മൾ അതിൽ നിന്ന് മൈനസ് ചെയ്യുക. അപ്പൊ നമുക്ക് കിട്ടുന്നതായിരിക്കും പ്രൊഫഷണൽ ഇൻകം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഒരു സാമ്പിൾ ഫോർമാറ്റ് ഞാൻ കഴിഞ്ഞ ദിവസം തന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ നോക്കിയിട്ടുണ്ടാവും എന്നാണ് വിചാരിക്കുന്നത്. ഇനി നോക്കൂ, പേയ്മെന്റ് സൈഡ് നോക്കൂ. പേയ്മെന്റ് സൈഡിൽ സാലറി ടു സ്റ്റാഫ് അതെന്താണ്, പ്രൊഫഷണൽ പേയ്മെന്റ് ആണല്ലോ. ക്ലിനിക് റെന്റ് പ്രൊഫഷണൽ പേയ്മെന്റ് ആണ്. റെന്റ് ആൻഡ് ടാക്സ് എന്താണ്, പ്രൊഫഷണൽ പേയ്മെന്റ് തന്നെയാണ് അല്ലെ. റെന്റ് കൊടുക്കേണ്ടി വരും, ടാക്സ് അടയ്ക്കേണ്ടി വരും. ഓക്കെ, പ്രൊഫഷണൽ പേയ്മെന്റ് ആയിട്ട് നമുക്ക് കണക്കാക്കാം. ദെൻ എത്രയാണല്ലോ, 2500 അതിനെ കുറിച്ച് പറയുന്നത്. പിന്നെ ഉള്ളത് എന്താണ്, പർച്ചേസ് ഓഫ് മെഡിക്കൽ ബുക്സ്. അതെന്താണ്, മെഡിക്കൽ ബുക്സ് എന്ന് പറഞ്ഞെങ്കിൽ ആ ബിസിനസിനെ സംബന്ധിച്ചിടത്തോളം ഒരു അസറ്റ് ആണ്. ബിസിനസ് അല്ല, ഒരു പ്രൊഫഷൻ ആണ്. അതെന്താണ്, ഒരു അസറ്റ് ആണ്. അപ്പം അസറ്റ് ആയതുകൊണ്ട് തന്നെ അതിന് നമുക്ക് എന്താണ്, ഡിപ്രിസിയേഷൻ ആണ് ക്ലെയിം ചെയ്യാൻ പറ്റുക.
അപ്പം മെഡിക്കൽ ബുക്സ് അല്ലെങ്കിൽ ബുക്സുമായി ബന്ധപ്പെട്ട ഡിപ്രീസിയേഷൻ എത്രയാന്നുള്ളത് കഴിഞ്ഞ ദിവസം ഡിപ്രീസിയേഷന്റെ ക്ലാസ് എടുത്ത സമയത്ത് നമ്മളൊരു റേറ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതിനകത്ത് ക്വസ്റ്റിനകത്ത് റേറ്റ് പറഞ്ഞിട്ടുണ്ടോ എന്ന് അറിയില്ല. നമുക്ക് താഴെ വായിച്ചു നോക്കുമ്പോൾ ചിലപ്പോൾ ഉണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ എടുക്കാം. അല്ലെങ്കിൽ പറഞ്ഞിട്ടില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ആസ് പെർ ഇൻകം ടാക്സ് റൂളിൽ എത്രയാണ് ഡിപ്രീസിയേഷൻ പറഞ്ഞിട്ടുള്ളത് ആ ഡിപ്രീസിയേഷൻ നമ്മൾ എടുക്കണം. അപ്പോൾ നമുക്കത് കാണാതെ അറിയൽ നിർബന്ധമാണ്. ഓക്കെ. ദെൻ ഇലക്ട്രിസിറ്റി ആൻഡ് വാട്ടർ അത് പ്രൊഫഷണൽ ഒരു ഹോസ്പിറ്റലിന് ഇലക്ട്രിസിറ്റി വാട്ടർ ചെലവുണ്ടാവും. അപ്പോൾ അത് പ്രൊഫഷണൽ ഇൻകം ആയിട്ട് കണക്കാക്കാം. പ്രൊഫഷണൽ എക്സ്പെൻസ് ആയിട്ട് കണക്കാക്കാം. ദെൻ പർച്ചേസ് ഓഫ് സർജിക്കൽ എക്യുപ്മെന്റ് അതെന്താണ്? പ്രൊഫഷനുമായി ബന്ധപ്പെട്ട എക്സ്പെൻസ് തന്നെയാണ്. മോട്ടോർ കാർ എക്സ്പെൻസ് അല്ലെ, ചിലപ്പോൾ ഡോക്ടർ ആയതുകൊണ്ട് ആ ഡോക്ടർക്ക് ഹോസ്പിറ്റലിലേക്ക് വരാനും പോവാനൊക്കെ നമുക്ക് അവരുടേതായിട്ടുള്ള എക്സ്പെൻസുകൾ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അതിന് കാർ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അത് എന്താണ്? മോട്ടോർ കാർ എക്സ്പെൻസ് പ്രൊഫഷണൽ എക്സ്പെൻസ് ആയിട്ട് ട്രീറ്റ് ചെയ്യാം. അഡീഷണൽ ഇൻഫർമേഷൻസിൽ എന്തെങ്കിലും പറയുന്നുണ്ടോ എന്നുള്ള കാര്യം പിന്നെ നമുക്ക് പറയാം. ഇപ്പോൾ അതെന്താണ്? പ്രൊഫഷണൽ എക്സ്പെൻസ് ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം. പിന്നെ മെഡിക്കൽ മെമ്പർഷിപ്പ് അല്ലെ, മെഡിക്കൽ മെമ്പർഷിപ്പ് ഫീസ് സ്വാഭാവികമായിട്ടും എന്താണ്? പ്രൊഫഷണൽ എക്സ്പെൻസ് ആണ്. പിന്നെന്താ ഉള്ളത്? ഓഡിറ്റ് ഫീസ് എന്താണ്? ഒരു പ്രൊഫഷണൽ ഇൻകം ഉള്ള ആള് എന്ത് ചെയ്യണം? ഓഡിറ്ററെ അപ്പോയിന്റ് ചെയ്യേണ്ടി വരും. ഓഡിറ്റഡ് സർട്ടിഫിക്കറ്റ് ആയിട്ടുള്ള എമൗണ്ട് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ടാക്സ് ഡിപ്പാർട്ട്മെന്റ് നൽകാൻ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഓഡിറ്റ് ഫീസും എന്താണ്? പ്രൊഫഷണൽ പേയ്മെന്റ് തന്നെയാണ്. സ്റ്റാഫ് വെൽഫെയർ എക്സ്പെൻസ് പ്രൊഫഷണൽ പേയ്മെന്റ് ആണ്. ദെൻ ദീപാവലി എക്സ്പെൻസ് എന്ന് പറയുന്ന സംഭവമുണ്ട്. ഈ ദീപാവലി എക്സ്പെൻസ് എന്ന് പറയുന്നത് നമ്മുടെ പ്രൊഫഷണൽ ആണോ വെച്ചിട്ടുണ്ടെങ്കിൽ സ്ഥാപനത്തിനകത്ത് ചിലപ്പം ദീപാവലിയുമായി ബന്ധപ്പെട്ടിട്ട് സ്റ്റാഫുകൾക്ക് എന്തെങ്കിലും ഒരു ഫെസ്റ്റ് നടക്കുന്ന സമയത്ത് ചിലപ്പോൾ സ്റ്റാഫുകൾക്ക് എന്തെങ്കിലും ലഡു അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വാങ്ങി നൽകാറുണ്ട് സ്ഥാപനങ്ങൾ. അപ്പൊ അത് ഒരു പ്രൊഫഷണൽ പേയ്മെന്റ് ആയിട്ട് തന്നെ കൺസിഡർ ചെയ്യാം. ഓക്കെ, അതൊരു ഫെസ്റ്റിവലുമായി ബന്ധപ്പെട്ട് സ്റ്റാഫിന് കൊടുക്കുന്ന എന്താണ്? ഒരു ലിഷർ അല്ലെങ്കിൽ അവരുടെ ഒരു എന്താണ്? ഒരു സ്റ്റാഫിന് കൊടുക്കുന്ന ഒരു ആനുകൂല്യമായതുകൊണ്ട് അതിനെ നമുക്ക് പ്രൊഫഷണൽ പേയ്മെന്റ് ആയിട്ട് കൺസിഡർ ചെയ്യാവുന്നതാണ്. പിന്നെ എന്റർടൈൻമെന്റ് എക്സ്പെൻസും അതുപോലെ തന്നെ കൺസിഡർ ചെയ്യാവുന്നതാണ്. കാരണം എന്റർടൈൻമെന്റ് എക്സ്പെൻസ് സ്റ്റാഫിനെ നമുക്ക് എപ്പോഴും ആക്റ്റീവ് ആക്കി നിലനിർത്തുവാൻ വേണ്ടി സ്റ്റാഫിന് ഇങ്ങനത്തെ പ്രോഗ്രാംസ് ഒക്കെ നടത്തേണ്ടി വരും. സോ അതും എന്താണ്? ഒരു പ്രൊഫഷണൽ പേയ്മെന്റ് ആണ്. ദെൻ പർച്ചേസ് ഓഫ് മെഡിസിൻ അതെന്താണ്? പ്രൊഫഷണൽ പേയ്മെന്റ് തന്നെയാണ്. അത് സംശയത്തിന്റെ ആവശ്യമൊന്നും ഇല്ല. ഓക്കെ. അപ്പൊ ഇതിൽ പ്രൊഫഷണൽ പേയ്മെന്റ് അല്ലാത്തത് എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളതാണ് നമ്മൾ ആദ്യം കണ്ടുപിടിക്കുന്നത്. അപ്പൊ ഇവിടെ പറഞ്ഞതില് നമ്മൾ ഏകദേശം എല്ലാം എന്താണ്? പ്രൊഫഷണൽ പേയ്മെന്റ് ആയിട്ടാണ് വരുന്നത്. ഇനി നമുക്ക് അഡീഷണൽ ഇൻഫർമേഷൻ വായിക്കുമ്പോൾ അതിനകത്ത് എന്തെങ്കിലും അഡ്ജസ്റ്റ്മെന്റുകൾ വരുന്നുണ്ടെങ്കിൽ അപ്പോൾ അതിനനുസരിച്ച് നമുക്ക് തീരുമാനങ്ങൾ എടുക്കാം. ഓക്കെ. ഇനി നോക്കൂ, അഡീഷണൽ ഇൻഫർമേഷൻസിൽ cash payment of 2,500 was given to him by a patient in appreciation of his medical service, but was not accounted in the books of account. ഒരു 2,500 രൂപ ക്യാഷ് ആയിട്ട് ആ ആൾക്ക് ലഭിച്ചിട്ടുണ്ട്. ആ മെഡിക്കൽ പ്രാക്ടീഷണർക്ക് 2,500 രൂപ ക്യാഷ് ആയിട്ട് ഒരു പേഷ്യന്റിന്റെ കയ്യിൽ നിന്നും. അത് അയാളെ ഒരു അപ്രീസിയേഷൻ, അയാൾ എന്ത് ചെയ്യണം? ഇയാളെ ഒരു ഗിഫ്റ്റ് പോലെ അയാളുടെ മികച്ച സേവനത്തിന് ഒരു പേഷ്യന്റ് ഒരു സന്തോഷത്തിന് നൽകുക എന്ന് പറയില്ല. അങ്ങനെ നൽകിയിട്ടുള്ള ഒരു എമൗണ്ട് ആണ് ഈ 2,500 രൂപ എന്ന് പറയുന്നത്. അപ്പൊ അത് ഇവിടെ എടുത്തിട്ടില്ല. അല്ലെങ്കിൽ നമ്മുടെ എന്താണ്? റെസിപ്റ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ട് അകത്ത് അത് കാണിച്ചിട്ടില്ല. അപ്പൊ എന്ത് ചെയ്യണം? ആ എമൗണ്ട് എടുക്കേണ്ടതുണ്ട്. എന്തുകൊണ്ടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്? അത് മെഡിക്കൽ റെസിപ്റ്റ് തന്നെയാണ്. അയാളുടെ പ്രൊഫഷന്റെ ഭാഗമായിട്ട് അയാൾ ഒരു ഡോക്ടർ ആയതുകൊണ്ട് അയാളുടെ വർക്കിൽ സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള ഒരു പേഷ്യന്റ് നൽകുന്ന എമൗണ്ട് ആണ്. അപ്പൊ നമുക്കത് എന്ത് ചെയ്യാം? ഒരു ഇൻകം ആയിട്ട് കൺസിഡർ ചെയ്യാവുന്നതാണ്. ഓക്കെ. പിന്നെ നോക്കൂ, രണ്ടാമത്തെ അഡീഷണൽ ഇൻഫർമേഷൻ 1/3 ഓഫ് മോട്ടോർ കാർ എക്സ്പെൻസ് റിലേറ്റഡ് ടു പേഴ്സണൽ യൂസ്. അപ്പോൾ ഇവിടെ ഇതിനകത്ത് മോട്ടോർ കാർ എക്സ്പെൻസ് ഉണ്ടോ നോക്കുക. ഉണ്ടല്ലേ? മോട്ടോർ കാർ എക്സ്പെൻസിന്റെ എത്രയാണ്? 7,500 രൂപ മോട്ടോർ കാർ എക്സ്പെൻസ് ഉണ്ട്. ആ 7,500-ൽ എന്താണ്? 1/3, അതായത് 1/3 എന്താണ്? അയാളുടെ വ്യക്തിപരമായ ആവശ്യത്തിന് വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ 7,500-ന്റെ 1/3 കഴിഞ്ഞിട്ടുള്ള ബാക്കിയുള്ള പോർഷൻ മാത്രമായിരിക്കും എന്ത്? അപ്പം പ്രൊഫഷണൽ ആവശ്യത്തിന് വേണ്ടിയിട്ടുണ്ടാവുക. അതുകൊണ്ട് 7,500 നമുക്ക് എടുക്കാൻ പറ്റില്ല. ആ 7,500-ന്റെ മോട്ടോർ കാർ എക്സ്പെൻസ് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ പേയ്മെന്റ് സൈഡിൽ ഉള്ളത് എത്രയാണ്? 7,500 ആണ്. ആ ഫുൾ എമൗണ്ട് നമുക്ക് എടുക്കാൻ പറ്റില്ല. എന്തുകൊണ്ട്? അഡീഷണൽ ഇൻഫർമേഷൻ അകത്ത് പറയുന്നുണ്ട് 1/3 പേഴ്സണൽ പർപ്പസിനാണെന്നുള്ളത്. അപ്പൊ 1/3 മൈനസ് ചെയ്തിട്ടുള്ള എമൗണ്ട് എടുക്കാവൂ. ഓക്കെ. പിന്നെ എന്താണ് നോക്കി അടുത്തത് എവിടെയാണ്? ഡിപ്രീസിയേഷൻ അലവബിൾ ഓൺ മോട്ടോർ കാർ ഫോർ പ്രൊഫഷണൽ പർപ്പസ് ഈസ് 3,000. അപ്പോൾ ഇവിടെ മോട്ടോർ കാറിന് അലോവബിൾ ഡിപ്രീസിയേഷൻ ഉണ്ട്. അതായത് അലോവബിൾ എന്ന് പറയുമ്പോൾ അത് ഇൻകം ടാക്സ് അനുസരിച്ചിട്ട് അലോവബിൾ ആയിട്ടുള്ളതാണെന്ന് മനസ്സിലാക്കുക. അപ്പൊ അത് എത്രയാണ്?
പ്രൊഫഷണൽ പർപ്പസിനുള്ള ഡിപ്രീസിയേഷൻ 3000 രൂപയാണ് എന്ന് അഡീഷണൽ ഇൻഫർമേഷനിൽ പറയുന്നുണ്ട്. അപ്പോൾ അത് നമുക്കൊരു പ്രൊഫഷണലിന്റെ ഭാഗമായിട്ട് വന്നിട്ടുള്ള എക്സ്പെൻസ് ആയിട്ട് ട്രീറ്റ് ചെയ്യാം. അതിന് നമുക്ക് എടുക്കാം 3000. ഓക്കെ. അതിന് നമ്മൾ 1/3 മൈനസ് ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം എന്തുകൊണ്ടാണ്? ഇവിടെ ക്വസ്റ്റ്യനിൽ എടുത്ത് പറയുന്നുണ്ട് പ്രൊഫഷണൽ പർപ്പസിന് വേണ്ടിയിട്ട് മോട്ടോർ കാർ ഉപയോഗിച്ചതിന് വന്നിട്ടുള്ള ഡിപ്രീസിയേഷൻ അലോവബിൾ ആയിട്ടുള്ള ഡിപ്രീസിയേഷൻ 3000 എന്ന് തന്നെ അവിടെ പറയുന്നുണ്ട്. അതല്ല ക്വസ്റ്റ്യനിൽ പറയുന്നത് എന്താണ്? മോട്ടോർ കാറിന് ഡിപ്രീസിയേഷൻ 3000 വന്നു എന്നാണ് പറയുന്നതെങ്കിൽ നമ്മൾ നേരത്തെ ചെയ്തതുപോലെ മോട്ടോർ കാർ എക്സ്പെൻസിന്റെ 1/3 എന്താണ്? പേഴ്സണൽ യൂസ് ആണ്. അതുകൊണ്ട് ആ 3000ത്തിന് 1/3 മൈനസ് ചെയ്യേണ്ടി വരുമായിരുന്നു. പക്ഷെ ഇവിടെ ക്വസ്റ്റ്യനിൽ ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട് എന്താണ്? ഡിപ്രീസിയേഷൻ അലോവബിൾ ആണ് മോട്ടോർ കാറിന്. അത് തന്നെ പ്രൊഫഷണൽ പർപ്പസിന് വേണ്ടിയിട്ട് വന്നിട്ടുള്ള ഡിപ്രീസിയേഷൻ ആണ് എന്നും പറയുന്നുണ്ട്. അത് 3000 ആണെന്നും പറയുന്നുണ്ട്. സോ അതിൽ ഒരു അഡ്ജസ്റ്റ്മെന്റിന്റെ ആവശ്യമില്ല. നേരെ നമുക്ക് പ്രൊഫഷണൽ പേയ്മെന്റ് ആയിട്ട് അതിനെ കൺസിഡർ ചെയ്യാം. ഓക്കെ. നാലാമത്തെ ഇൻഫർമേഷൻ നോക്കൂ. ഓഡിറ്റ് ഫീസ് ഇൻക്ലൂഡ് ഇൻകം ടാക്സ് അപ്പീൽ എക്സ്പെൻസ് 7500 എന്ന് പറയുന്നു. ഈ ഇൻകം ടാക്സുമായി ബന്ധപ്പെട്ടിട്ട് ഈ ഒരു അഡീഷണൽ ഇൻഫർമേഷൻ പിന്നെ ശരിക്കും എന്താണ് ഇൻകം ടാക്സ് എന്ന് പറയുന്നത് നമ്മള് എന്താണ് പ്രൊഫഷണൽ ഇൻകത്തിനും അതുപോലെ തന്നെ ബിസിനസ് ഇൻകത്തിനും പരിഗണിക്കാൻ പാടില്ലാത്ത ഒരു സംഭവമാണ്. ഓക്കെ. പക്ഷേ ഈ എന്താ പറയാ 2 ഒപ്പീനിയൻസ് ഇതിന് അകത്തുണ്ട് എന്നുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് ഇവിടെ ഓഡിറ്റ് ഫീസ് ഇൻക്ലൂഡ് ഇൻകം ടാക്സ് അപ്പീൽ. ഇൻകം ടാക്സ് അപ്പീലിന് വേണ്ടിയിട്ട് ഇൻകം ടാക്സ് നമ്മൾ പൊതുവെ എന്താണ് പരിഗണിക്കാറില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഇൻകം ടാക്സ് അപ്പീൽ പരിഗണിക്കാൻ പാടില്ല എന്നുള്ളതാണ് ശരിക്കും. പക്ഷേ ലീഗൽ എക്സ്പെൻസ് പരിഗണിക്കാം എന്നുള്ള രീതിയിലും ചില ചാർട്ടേഡ് അക്കൗണ്ടന്റ്സ്, സിഎക്കാരൊക്കെ അതിനൊരു എക്സ്പ്ലനേഷൻ കൊടുത്തിട്ടുണ്ട്. നിയമപരമായിട്ട് അതിനൊരു കോർട്ട് വിധിയൊന്നും ഇതുവരെ ഉണ്ടായിട്ടില്ല. അപ്പൊ അതുകൊണ്ട് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ അവര് എന്താണ് ലീഗൽ എക്സ്പെൻസ് ആയിട്ട് ഇൻകം ടാക്സ് അപ്പീലിനെ കൺസിഡർ ചെയ്യുന്നു. അവരെന്ത് ചെയ്തിട്ടുണ്ട്? അതിനെ എക്സ്പെൻസ് ആയിട്ട് പരിഗണിച്ചിട്ടുണ്ട്. അപ്പൊ ഈ ഒരു അഡീഷണൽ ഇൻഫർമേഷനിൽ പറയുന്നു ഓഡിറ്റ് ഫീസ് എത്രയാണ്? 10,000 രൂപയാണ് ഓഡിറ്റ് ഫീസ്. ഈ 10,000ത്തിൽ 7,500 ഇൻകം ടാക്സ് അപ്പീലുമായി ബന്ധപ്പെട്ടതാണ് എന്നുള്ളതാണ്. ഇൻകം ടാക്സ് അപ്പീലും നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ അവർ പരിഗണിച്ചിട്ടുള്ളത് ഒരു അലോവബിൾ എക്സ്പെൻസ് ആയിട്ട് തന്നെയാണ്. അതുകൊണ്ട് എന്താണ് ഈ 7,500 സെപ്പറേറ്റ് കാണിക്കേണ്ട ആവശ്യമില്ല. നമുക്ക് ഓഡിറ്റ് ഫീസ് 10,000 എന്ന് തന്നെ എഴുതിയാൽ മതി. ഓക്കെ. പക്ഷെ ഇതൊരു അലോവബിൾ എക്സ്പെൻസ് അല്ലാതെയും പരിഗണിക്കാം. ഓക്കെ. അങ്ങനെയാണെങ്കിൽ നമ്മൾ അത് നോട്ട് കൊടുക്കണം എന്നുള്ളതാണ്. ഇൻകം ടാക്സ് അപ്പീല്. ഓക്കെ. അങ്ങനെ അലോവബിൾ എക്സ്പെൻസ് അല്ലാതെ ആയിട്ടാണ് നമ്മൾ പരിഗണിക്കുന്നതെന്ന് വിചാരിക്കുക. അങ്ങനെയെങ്കിൽ നോട്ട് കൊടുക്കുക. ഇത് അലോവബിൾ എക്സ്പെൻസ് അല്ല. അതായിട്ടാണ് നമ്മൾ പരിഗണിച്ചത് എന്ന് നോട്ട് കൊടുക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക? 2,500 എടുക്കുക. ഓക്കെ. അപ്പൊ 2 രീതിയിൽ നമുക്ക് ചെയ്യാവുന്നതാണ്. കാരണം ഇതിന് കറക്റ്റ് ഒരു എന്താണ് ഒരു എക്സ്പ്ലനേഷൻ നിയമത്തിൽ ഇതുവരെ ഒരു കോടതിയിലോ അങ്ങനെ എന്തെങ്കിലും പോയിട്ട് ഒരു എക്സ്പ്ലനേഷൻ ഇതുവരെ വന്നിട്ടില്ല. ഓക്കെ. അതുകൊണ്ട്. അപ്പൊ നമുക്ക് ഏതായാലും തൽക്കാലം നമ്മൾ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലുള്ള അതേ രീതി ഫോളോ ചെയ്യുന്നു. എന്താണ് അവർ ഇൻകം ടാക്സ് അപ്പീല് ഒരു ലീഗൽ എക്സ്പെൻസ് ആയിട്ട് കൺസിഡർ ചെയ്തിട്ട് അത് അലോവബിൾ എക്സ്പെൻസ് ആയിട്ടാണ് ട്രീറ്റ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് ഈ 7,500 10,000ത്തിൽ ഉള്ളത് കൊണ്ട് പ്രത്യേകിച്ച് പ്രശ്നമൊന്നുമില്ല. ഓഡിറ്റ് ഫീസ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് ആ 10,000 രൂപയും എന്താക്കി എടുക്കാം? എക്സ്പെൻസ് ആയിട്ട് തന്നെ കൺസിഡർ ചെയ്യാം. ഓക്കെ. അതായത് ഈ മൂന്നാമത്തെ അഡ്ജസ്റ്റ്മെന്റിന് പ്രത്യേകിച്ച് എഫക്റ്റ് ഒന്നും ക്വസ്റ്റ്യനിൽ വരുന്നില്ല എന്നർത്ഥം. ഇനി 4 ദ റേറ്റ് ഓഫ് ഡിപ്രീസിയേഷൻ ഓൺ സർജിക്കൽ എക്യുപ്മെന്റ് ഈസ് 15%. ഓക്കെ. ഞാൻ പറഞ്ഞിട്ട് നിങ്ങളോട് ചിലപ്പോൾ ക്വസ്റ്റ്യനിൽ എന്തുണ്ടാവും? ഡിപ്രീസിയേഷൻ റേറ്റ് തരാമെന്ന് പറഞ്ഞിരുന്നു. അപ്പൊ ഇവിടെ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് ഡിപ്രീസിയേഷൻ റേറ്റ് 15% എന്ത് സർജിക്കൽ എക്യുപ്മെന്റിന്റെ ഡിപ്രീസിയേഷൻ റേറ്റ്. അപ്പൊ ഇവിടെ സർജിക്കൽ എക്യുപ്മെന്റ്സ് എന്തെങ്കിലും നമ്മളിവിടെ വായിച്ചിട്ടുണ്ടായിരുന്നോ? ഓക്കെ. എവിടെയെങ്കിലും സർജിക്കൽ എക്യുപ്മെന്റ്സ് വായിച്ചിട്ടുണ്ടോ? എവിടെയാ? പർച്ചേസ് ഓഫ് സർജിക്കൽ എക്യുപ്മെന്റ് 15,000 രൂപയുടെ സർജിക്കൽ എക്യുപ്മെന്റ് വാങ്ങി എന്ന് പറയുന്നുണ്ട്. അപ്പൊ ഈ സർജിക്കൽ എക്യുപ്മെന്റ് എന്ന് പറയുന്നത് ഒരു ഡോക്ടറെ സംബന്ധിച്ചിടത്തോളം അവരുടെ അസറ്റ് ആണ്. അതുകൊണ്ട് ഈ 15,000ത്തിന് നമുക്ക് എക്സ്പെൻസ് ആയിട്ട് ട്രീറ്റ് ചെയ്യാൻ പറ്റില്ല. പകരം 15,000 ഒരു അസറ്റ് ആണ്. അസറ്റ് ആയതുകൊണ്ട് തന്നെ അതിന്റെ മുകളിൽ ഡിപ്രീസിയേഷൻ എടുക്കാനേ പറ്റുള്ളൂ. ഓക്കെ. പേയ്മെന്റ് സൈഡിൽ എന്താ എടുക്കാൻ പറ്റുള്ളൂ? എക്സ്പെൻസ് ആക്കിയിട്ട് ഡിപ്രീസിയേഷൻ എടുക്കാം. അല്ലാതെ ഈ 15,000 മൊത്തത്തിൽ നമുക്ക് എടുക്കാൻ പറ്റില്ല. അപ്പൊ ആ ഡിപ്രീസിയേഷന്റെ റേറ്റ് സർജിക്കൽ എക്യുപ്മെന്റ് എന്ന് പറയുന്നത് ഡോക്ടർമാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ എന്താണ് പ്ലാന്റ് ആൻഡ് മെഷിനറി ആണ്. ഓക്കെ. അപ്പോൾ പ്ലാന്റ് ആൻഡ് മെഷിനറി ആയതുകൊണ്ട് നമുക്ക് ഈ ക്വസ്റ്റ്യൻ തന്നിട്ടില്ലെങ്കിൽ പോലും പ്ലാന്റ് ആൻഡ് മെഷിനറിയുടെ ഡിപ്രീസിയേഷൻ റേറ്റ് എത്രയാണെന്ന് നമ്മൾ ഒരു പഠിച്ചിട്ടുണ്ട്. എത്രയാണ്? അത് 15% ആണ്. സോ അതുകൊണ്ട് ഈ 15% ഇവിടെ തന്നിട്ടുമുണ്ട്. നമുക്ക് അതുകൊണ്ട് സംശയമില്ലാതെ ചെയ്യാം. ദെൻ ക്വസ്റ്റ്യനിൽ പിന്നെ പറയുന്നത് ദ റിട്ടൺ ഡൗൺ വാല്യൂ ഓഫ് എക്യുപ്മെന്റ് ബ്രോട്ട് ഫോർവേഡ് ഫ്രം ഏർലിയർ ഇയർ വാസ്. കഴിഞ്ഞ വർഷം ഈ വർഷം നമ്മൾ എന്താണ് വാങ്ങിയിട്ടുള്ള എന്താണ് സർജിക്കൽ എക്യുപ്മെന്റിന്റെ വാല്യൂ ആണ് ഈ 15,000 എന്ന് പറയുന്നത്. എവിടെയാ? ഈ 15,000 എന്ന് പറഞ്ഞത് എവിടെയാണ് സർജിക്കൽ എക്യുപ്മെന്റ്? പർച്ചേസ് ഓഫ് സർജിക്കൽ എക്യുപ്മെന്റ് എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ വർഷം ഈ വർഷം നമ്മൾ വാങ്ങിയിട്ടുള്ള സർജിക്കൽ എക്യുപ്മെന്റിന്റെ വാല്യൂ ആണ് 15,000. അതുപോലെ തന്നെ കഴിഞ്ഞ വർഷം നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന സർജിക്കൽ എക്യുപ്മെന്റിന്റെ റിട്ടേൺ വാല്യൂ എത്രയുണ്ട്? 11,500 ഉണ്ട്.
അതിലൊരു 4000 ഈ വർഷം വിറ്റിട്ടുമുണ്ട്. അപ്പൊ രണ്ടും കൂടി മൂന്നും കൂടി കൂട്ടിയിട്ട് രണ്ടെണ്ണം കൂട്ടി ഒന്ന് മൈനസ് ചെയ്ത് അത് ചെയ്തതിന് ശേഷം വരുന്ന റിട്ടേൺ ഡൗൺ വാല്യൂ ഉണ്ടാവും. അതിന്റെ മുകളിലാണ് നമ്മൾ 15% കാണേണ്ടത്. അതായത് ഡിപ്രീസിയേഷന്റെ സെപ്പറേറ്റ് കാൽക്കുലേഷൻ നമ്മൾ പഠിച്ചതാണ്. ആ സെപ്പറേറ്റ് കാൽക്കുലേഷനിൽ പറഞ്ഞിട്ടുള്ള അതേ ഫോർമാറ്റ് ഉപയോഗിച്ച് എത്രയാണ് ഡിപ്രീസിയേഷൻ 15% വരിക എന്ന് നമ്മൾ കണ്ടുപിടിക്കണം. അതാണ് നമ്മൾ ഇവിടെ എടുക്കേണ്ടത്. ഓക്കെ. ഇപ്പോ സംഭവം വളരെ സിമ്പിൾ ആണ് ക്വസ്റ്റ്യൻസ്. എന്നാൽ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ നമുക്ക് തന്നിട്ടുള്ള പ്രോബ്ലത്തിൽ ഏറ്റവും എന്താണ് ഒരു ഹാർഡ് ആയിട്ട് വരുന്ന ഒരു പ്രൊഫഷണൽ ഇൻകവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു പ്രോബ്ലം ആണ് ഇത്. അപ്പൊ നമുക്കിതൊന്ന് ചെയ്തു നോക്കാം എങ്ങനെയാണ് ചെയ്യുക എന്നുള്ളത്. ഓക്കെ. അപ്പോൾ ക്വസ്റ്റ്യൻ ഏകദേശം ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നമുക്ക് പ്രോബ്ലം ചെയ്യുമ്പോൾ മനസ്സിലാവും. ഓക്കെ. അപ്പൊ നിങ്ങൾ ക്വസ്റ്റ്യൻ എഴുതിയെടുത്ത് കഴിഞ്ഞോ എല്ലാവരും? ക്വസ്റ്റ്യൻ എഴുതിയെടുത്തോ എല്ലാവരും? ചെയ്യാം നമുക്ക്. പറയൂ. സ്റ്റാർട്ട് ചെയ്യാം. യെസ്. അപ്പോൾ നിങ്ങൾ ഇങ്ങനെ ഒരു പ്രോബ്ലം ചെയ്യുന്ന സമയത്ത് നമ്മൾ എപ്പോഴും പറഞ്ഞു സ്റ്റേറ്റ്മെന്റ് രൂപത്തിലാണ് എന്ത് ചെയ്യേണ്ടത് നമ്മൾ വരയ്ക്കേണ്ടത്. അപ്പോൾ ഒരു പെർട്ടിക്കുലർ കോളം എമൗണ്ട് കോളം എന്ന രീതിയിൽ കൊടുക്കുക. പിന്നെ എന്താണ് നമ്മോട് ചെയ്യാൻ പറഞ്ഞത് അത് ഹെഡ് ആക്കി കൊടുക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മളോട് പറഞ്ഞതാണ് ആ പ്രൊഫഷൻ ഇൻകം കമ്പ്യൂട്ട് ചെയ്യാനാണ് പറഞ്ഞത്. അപ്പോൾ കമ്പ്യൂട്ടേഷൻ ഓഫ് ഇൻകം ഫ്രം പ്രൊഫഷൻ എന്നുള്ള ഹെഡ് കൊടുക്കുക. ക്വസ്റ്റ്യനിൽ അസസ്മെന്റ് ഇയർ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അസസ്മെന്റ് ഇയറും എഴുതുക. ഓക്കെ. അപ്പോൾ ഇങ്ങനെയാണ് കോളം വരേണ്ടത്. ഇനി ഇതിൽ ആദ്യം നമ്മൾ എഴുതേണ്ടത് പെർട്ടിക്കുലർ എമൗണ്ട് എന്ന രീതിയിലാണ് എഴുതേണ്ടത് പറഞ്ഞു. ഇനി ഇതിൽ ആദ്യം വരേണ്ടത് എന്താണ്? പ്രൊഫഷണൽ ഇൻകം ആയതുകൊണ്ട് നമ്മൾ ബിസിനസ് ഇൻകം ആണെങ്കിൽ സ്റ്റാർട്ട് ചെയ്യുക എന്ത് വെച്ചിട്ടാണ്? ബിസിനസ് ഇൻകം ആണെങ്കിൽ സ്റ്റാർട്ട് ചെയ്യല് നെറ്റ് പ്രോഫിറ്റ് വെച്ചിട്ടാണ്. പക്ഷെ പ്രൊഫഷണൽ ഇൻകം ആയതുകൊണ്ട് നമ്മൾ നെറ്റ് പ്രോഫിറ്റ് വെച്ചിട്ടല്ല സ്റ്റാർട്ട് ചെയ്യുന്നത്. പകരം എന്താണ് അവിടെ സ്റ്റാർട്ട് ചെയ്യുന്നത്? നമ്മൾ പ്രൊഫഷണൽ റെസിപ്റ്റുകൾ നമ്മൾ ലിസ്റ്റ് ചെയ്യുന്നു. ആ പ്രൊഫഷണൽ റെസിപ്റ്റിൽ നിന്ന് നമ്മൾ പ്രൊഫഷണൽ പേയ്മെന്റ്സ് മൈനസ് ചെയ്യുന്നു. അപ്പോൾ കിട്ടുന്നതാണ് എന്ത്? പ്രൊഫഷണൽ ഇൻകം എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് ആദ്യത്തത് പ്രൊഫഷണൽ റെസിപ്റ്റ് ആയതുകൊണ്ട് നമ്മൾ ഒരു പ്രൊഫഷണൽ റെസിപ്റ്റ്സ് എന്ന് എഴുതുക. ഓക്കെ. എന്നിട്ട് ഒരു കോളം ഇട്ടിട്ട് അതിന് താഴെ എന്ത് ഐറ്റംസ് നമുക്ക് ലിസ്റ്റ് ചെയ്യാം. ഓക്കെ. പ്രൊഫഷണൽ റെസിപ്റ്റ്സ് എന്ന് എഴുതിയിട്ട് അതിന് താഴെ ക്വസ്റ്റ്യനിൽ പറയുന്ന പ്രൊഫഷണൽ റെസിപ്റ്റ്സുകൾ ഏതൊക്കെയാണെന്ന് നോക്കുക. ഓക്കെ. അപ്പോൾ പ്രൊഫഷണൽ റെസിപ്റ്റ്സ് ഇവിടെ നമുക്ക് റെസിപ്റ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ട് കൊണ്ട് നമ്മൾ എവിടെ നോക്കിയാൽ മതി? റെസിപ്റ്റ് സൈഡിൽ നോക്കിയാൽ മതി. ഓക്കെ. അഡീഷണൽ ഇൻഫർമേഷൻ വായിച്ചപ്പോൾ റെസിപ്റ്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള അഡീഷണൽ ഇൻഫർമേഷൻ ഒന്നും വന്നിട്ടുമില്ല. അതുകൊണ്ട് റെസിപ്റ്റുമായി ബന്ധപ്പെട്ട് നമുക്ക് അഡീഷണൽ ഇൻഫർമേഷൻ ചെക്ക് ചെയ്യാനില്ല എന്നർത്ഥം. ഓക്കെ. അപ്പോൾ ഇവിടെ നോക്കി എന്താണുള്ളത്? ഒന്നാമത്തെ പ്രൊഫഷണൽ റെസിപ്റ്റ് കൺസൾട്ടേഷൻ ഫീസ് ആണ്. നമുക്കത് ഇവിടെ എഴുതാം അല്ലെ? കൺസൾട്ടേഷൻ ഫീസ്. അത് നമുക്ക് വേണമെങ്കിൽ മൊത്തത്തിൽ ചുരുക്കിയിട്ട് എന്താക്കാം? ഫീസ് എന്ന് എഴുതാം. ഫീസ് എന്ന് പറഞ്ഞിട്ട് അവിടെ കൺസൾട്ടേഷൻ ഫീസും ഉണ്ട്, അതുപോലെ തന്നെ വിസിറ്റിംഗ് ഫീസും ഉണ്ട്. രണ്ടും കൂടി കൂട്ടിയിട്ട് നമുക്ക് എഴുതാം. ഓക്കെ. അല്ലെങ്കിൽ രണ്ട് സെപ്പറേറ്റ് ആയിട്ട് ഇങ്ങനെ എഴുതണം. രണ്ടും എത്രയാണ്? 32,500 ക്വസ്റ്റ്യനിൽ വന്നിട്ടുള്ളത് അല്ലെ? ഓക്കെ. കൺസൾട്ടേഷൻ ഫീസ് 32,500, വിസിറ്റിംഗ് ഫീസ് 32,500. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു? പ്രൊഫഷണൽ റെസിപ്റ്റിൽ ആദ്യം ഫീസ് എന്നായിട്ട് എഴുതുന്നു. എന്നിട്ട് 32,500 എന്നിട്ട് 32,500 പ്ലസ് 32,500 എഴുതുന്നു. എന്നിട്ട് അത് കൂട്ടിയിട്ട് എന്ത് ചെയ്യുക? ഔട്ടർ കോളത്തിൽ എഴുതുക. അപ്പൊ എത്ര വരുന്നത്? 32,500 പ്ലസ് 32,500 എന്ന് പറയുമ്പോൾ 65,000 വരും. 65,000 വരും അല്ലെ? ദെൻ ഇനി അടുത്ത പ്രൊഫഷണൽ റെസിപ്റ്റ് എന്താണ്? അപ്പോൾ കൺസൾട്ടേഷൻ ഫീസും വിസിറ്റിംഗ് ഫീസും നമ്മൾ എടുത്തു കഴിഞ്ഞു. അപ്പോൾ എടുത്ത ഐറ്റംസ് ഇങ്ങനെ ടിക്കറ്റ് ഇങ്ങനെ പോയാൽ മതി കേട്ടോ. പിന്നെ അടുത്ത സെയിൽ ഓഫ് മെഡിസിൻ, അതെന്താണ്? പ്രൊഫഷണൽ റെസിപ്റ്റ് ആണല്ലോ. അപ്പൊ നമുക്ക് എടുക്കാം. അടുത്തത് സെയിൽ ഓഫ് മെഡിസിൻ. സെയിൽ ഓഫ് മെഡിസിൻ ഉണ്ട്. എത്രയാണ് സെയിൽ ഓഫ് മെഡിസിൻ വരുന്നത്? ഫസ്റ്റിൽ പറഞ്ഞത് 12,500 ആണ്. 12,500 സെയിൽ ഓഫ് മെഡിസിൻ. പിന്നെ വരുന്നത് എന്താണ്? ഇൻട്രസ്റ്റ് ഓൺ ബാങ്ക് ഡെപ്പോസിറ്റ്, അത് എടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു അല്ലെ? ഏതാണ്? ഇൻകം ഫ്രം അതർ സോഴ്സ് ഹെഡിൽ വരുന്നതാണ്. ഇൻകം ഫ്രം മ്യൂച്വൽ ഫണ്ട്, അതും ഇൻകം ഫ്രം അതർ സോഴ്സിൽ വരുന്നതാണ്. ഇൻട്രസ്റ്റ് ഓൺ
നാഷണൽ സേവിംഗ് സെക്യൂരിറ്റി അതും എന്താണ് ഇൻകം ഫ്രം അതർ സോഴ്സിൽ വരുന്നതാണ്. അപ്പൊ ഈ 3 ഐറ്റവും നമ്മൾ ഇവിടെ പ്രൊഫഷണൽ ഇൻകത്തിൽ എടുക്കാൻ പാടില്ല. അതുകൊണ്ട് നമ്മൾ അതിനെ എടുക്കുന്നില്ല. പിന്നെ ഓപ്പറേഷൻ തിയേറ്റർ റെന്റ് നമുക്ക് എടുക്കാം. ഓപ്പറേഷൻ തിയേറ്റർ എന്ന് പറഞ്ഞെങ്കിൽ മെഡിക്കൽ പ്രൊഫഷനുമായി ബന്ധപ്പെട്ട ഒരു പ്രൊഫഷണൽ ഇൻകം തന്നെയാണ്. സോ അത് നമുക്ക് എടുക്കാം. ഓക്കെ, അപ്പോൾ ഓപ്പറേഷൻ തിയേറ്റർ റെന്റ്, ഓപ്പറേഷൻ തിയേറ്റർ റെന്റ് എത്ര വരുന്നത്? ഒരു 7500 വരുന്നുണ്ട്. 7500, 7500. ഓക്കെ, ഇനി എന്തെങ്കിലും വേറെ എന്തെങ്കിലും പ്രൊഫഷണൽ റെസിപ്റ്റ് ഉണ്ടോ? ഞാൻ നോക്കി പ്രൊഫഷണൽ റെസിപ്റ്റ് സൈഡിൽ പ്രൊഫഷണൽ റെസിപ്റ്റ് ഒന്നും കാണുന്നില്ല. ഇനി നമുക്ക് വേണമെങ്കിൽ അഡീഷണൽ ഇൻഫർമേഷനിൽ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം പ്രൊഫഷണൽ റെസിപ്റ്റ് ഉണ്ടോ എന്നുള്ളത്. അപ്പൊ നമുക്ക് അഡീഷണൽ ഇൻഫർമേഷനിൽ ഒന്നാമത്തെ അഡീഷണൽ ഇൻഫർമേഷൻ നോക്കിയാൽ കാണാം അവിടെ ക്യാഷ് പേയ്മെന്റ് ഓഫ് 2500 വാസ് ഗിവൺ ടു ഹിം by a patient in appreciation of his medical service but was not accounted from in the books of account. ഓക്കെ, അപ്പൊ ഇവിടെ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം എന്താണ് ഒരു പ്രൊഫഷണൽ റെസിപ്റ്റ് ഉണ്ട് അല്ലെ. എന്താണ് പ്രൊഫഷണൽ റെസിപ്റ്റ്? നമ്മൾ റെസിപ്റ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ടിൽ കാണിക്കാത്ത ഒരു പ്രൊഫഷണൽ റെസിപ്റ്റ് നമുക്ക് ഉണ്ടായിട്ടുണ്ട്. അതായത് ഒരു പേഷ്യന്റിന്റെ കയ്യിൽ നിന്ന് നമുക്ക് അപ്രിസിയേഷൻ ആയിട്ട് കിട്ടിയിട്ടുണ്ട് 2500 രൂപ. അപ്പൊ നമ്മൾ അത് ഒരു പ്രൊഫഷണൽ ഇൻകം ആയിട്ട് നമുക്ക് അതിനെ പരിഗണിക്കാം. അപ്പൊ എഴുതുക എന്താണ്, അതിന് എന്ത് റെസിപ്റ്റ് ആയിട്ട് എഴുതാം? റെസിപ്റ്റ് ഫ്രം പേഷ്യന്റ് എഴുതിയാൽ മതി കേട്ടോ. റെസിപ്റ്റ് ഫ്രം പേഷ്യന്റ്, ഒരു പേഷ്യന്റിന്റെ കയ്യിൽ നിന്ന് നമുക്ക് റെസിപ്റ്റ് ഉണ്ടായിട്ടുണ്ട്. എത്രയാണത്? 2500. ഓക്കെ, അപ്പൊ ഇത്രയല്ലേ പ്രൊഫഷണൽ റെസിപ്റ്റ് ഉണ്ടായിട്ടുള്ളൂ? വേറെ എന്തെങ്കിലും ഉണ്ടോ? വേറെ ഐറ്റംസ് ഒന്നും കാണുന്നില്ല. അപ്പൊ നമുക്ക് ഇതിനെ ടോട്ടൽ ചെയ്യാം. ടോട്ടൽ ചെയ്യുമ്പോൾ 65,000 പ്ലസ് 65,000 പ്ലസ് 12,500 പ്ലസ് 7,500 പ്ലസ് 2,500. അപ്പോൾ വരുന്നത് 87,500 ആണ് നമ്മുടെ ടോട്ടൽ പ്രൊഫഷണൽ റെസിപ്റ്റ് വരുന്നത്. ഓക്കെ, 87,500. അതൊന്ന് ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കുക, അല്ലെങ്കിൽ എന്താണ് അണ്ടർലൈൻ ചെയ്ത് കൊടുക്കുക. അതിന് നേരെ ഇതിന് എന്താണ് ടോട്ടൽ പ്രൊഫഷണൽ റെസിപ്റ്റ്. ടോട്ടൽ പ്രൊഫഷണൽ റെസിപ്റ്റ്സ് എത്രയാണ് വരുന്നത്? 87,500. സെയിം നിങ്ങൾക്ക് എല്ലാവർക്കും കിട്ടിയ തന്നെയല്ലേ വരുന്നത് 87,500. ഇനി അതിൽ നിന്ന് എന്ത് ചെയ്യണം? ലെസ് ചെയ്യേണ്ട എന്താണ്? പ്രൊഫഷണൽ പേയ്മെന്റ്സ്. അപ്പൊ ലെസ് പ്രൊഫഷണൽ പേയ്മെന്റ്സ് എന്ന് കൊടുക്കുക. പ്രൊഫഷണൽ പേയ്മെന്റ്സ് ലെസ് ചെയ്യണം. അപ്പൊ ഇവിടെ പ്രൊഫഷണൽ പേയ്മെന്റ്സ് ഏതൊക്കെയാണ് ഉള്ളത് നോക്കണം. പ്രൊഫഷണൽ പേയ്മെന്റ്സ് ഏതൊക്കെയാണ് ഉള്ളത്? നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് തന്നെ പോവാം. പ്രൊഫഷണൽ പേയ്മെന്റ്സ് നമ്മൾ ക്വസ്റ്റ്യൻ ഏത് വർഷത്ത് നോക്കിയാൽ കിട്ടും? പേയ്മെന്റ് സൈഡ് നോക്കിയാൽ കിട്ടും അല്ലെ. ഇവിടെ സാലറി ടു സ്റ്റാഫ് ഉണ്ട്. ഓക്കെ, സാലറി ടു സ്റ്റാഫ്. പിന്നെന്താ ഉള്ളത്? ക്ലിനിക് റെന്റ് ഉണ്ട്, റെന്റ് ആൻഡ് ടാക്സ് ഉണ്ട്, പർച്ചേസ് ഓഫ് മെഡിസിൻ ഉണ്ട്. അങ്ങനെ കുറെ ഐറ്റംസ് ഉണ്ട്. അപ്പൊ ഇതിൽ ഏതൊക്കെയാണ് പ്രൊഫഷണൽ റെസിപ്റ്റ് അല്ലെങ്കിൽ എന്താണ് പ്രൊഫഷണൽ പേയ്മെന്റ്സ് ആയിട്ട് വരിക നോക്കുക. അപ്പോൾ സാലറി ടു സ്റ്റാഫ് എന്താണ്? സാലറി ടു സ്റ്റാഫ് പ്രൊഫഷണൽ പേയ്മെന്റ് ആണ്. കാരണം എന്താണ്? സ്റ്റാഫിന് നമ്മൾ സാലറി കൊടുക്കൽ നിർബന്ധമാണല്ലോ. സാലറി ടു സ്റ്റാഫ് പ്രൊഫഷണൽ പേയ്മെന്റ് ആണ്, നമുക്ക് എടുക്കാം. എത്രയാണ് സാലറി ടു സ്റ്റാഫ് വരുന്നത്? നമുക്ക് അതിനെ ഇന്നർ കോളത്തിൽ എഴുതാം പേയ്മെന്റ്സിനൊക്കെ കേട്ടോ. സാലറി ടു സ്റ്റാഫ് വരുന്നത് ഔട്ടർ കോളത്തിൽ എഴുതിയാലും കുഴപ്പമൊന്നുമില്ല. ഔട്ടർ കോളത്തിൽ എഴുതുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? അതിനെ അങ്ങോട്ട് നമ്മൾ പ്രൊഫഷണൽ പേയ്മെന്റ്സ് ആണ് എഴുതുന്നത്. പ്രൊഫഷണൽ പേയ്മെന്റും അതുപോലെ ക്വസ്റ്റ്യനിൽ നമ്മൾ പേയ്മെന്റ് സൈഡിലാണ് പേയ്മെന്റ്സ് ഉണ്ടാവുക. അതിൽ പ്രൊഫഷനുമായി ബന്ധപ്പെട്ട പേയ്മെന്റ്സ് എടുക്കാവൂ. മറ്റ് ഹെഡിൽ വരുന്ന പേയ്മെന്റ് എടുക്കാൻ പാടില്ല. അതുപോലെ തന്നെ എന്താണ് പ്രൊഫഷനുമായി റിലേറ്റഡ് അല്ലാത്ത പേയ്മെന്റ്, അതായത് പേഴ്സണൽ പേയ്മെന്റ്സ് എടുക്കാൻ പാടില്ല. അങ്ങനെയൊക്കെ നിയമങ്ങളുണ്ട്. അപ്പൊ ഇവിടെ നോക്കുന്ന സമയത്ത് സാലറി ടു സ്റ്റാഫ് എന്തായാലും പ്രൊഫഷണൽ പേയ്മെന്റ് ആണ്.
അതുകൊണ്ട് നമുക്കത് എടുക്കാം. എത്രയാണത്? 40,000. നമ്മൾ ഇന്നർ കോളത്തിൽ എഴുതിക്കോളുക 40,000. ഓക്കെ, നമുക്ക് ടോട്ടൽ പ്രൊഫഷണൽ പേയ്മെന്റ് ഔട്ടർ കോളത്തേക്ക് എഴുതാം. 40,000 അങ്ങനെ എഴുതുക. പിന്നെ എന്താ ഉള്ളത്? ക്ലിനിക്കൽ റെന്റ് ഉണ്ട് അല്ലെ? അടുത്ത ഐറ്റം അല്ലെ? അപ്പൊ അത് എഴുതാം. ക്ലിനിക് റെന്റ്. ക്ലിനിക് റെന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഹോസ്പിറ്റലിന് അല്ല ക്ലിനിക്കിന് വരുന്ന വാടകയാണ്. സ്വാഭാവികമായിട്ടും അത് എന്താണ്? പ്രൊഫഷണൽ പേയ്മെന്റ് ആണ്. നമുക്കത് എടുക്കാവുന്നതാണ്. എത്ര വരുന്നത്? 7,500 ആണ്. 7,500. പിന്നെ വരുന്നത് റെന്റ് ആൻഡ് ടാക്സസ് എന്ന് പറഞ്ഞിട്ട് ഒരു 2,500 രൂപ വരുന്നുണ്ട്. റെന്റ് ആൻഡ് ടാക്സസ് നമുക്കത് എടുക്കാം. ഈ റെന്റ് ആൻഡ് ടാക്സസ് എടുക്കാൻ വരട്ടെ. നമ്മൾ ഓൾറെഡി ക്ലിനിക്കൽ റെന്റ് എടുത്തിട്ടുണ്ട്. അപ്പൊ ഈ റെന്റ് ആൻഡ് ടാക്സ് എന്തുമായി ബന്ധപ്പെട്ടതാണെന്നുള്ളത് നമുക്ക് ക്ലിനിക്കുമായി ബന്ധപ്പെട്ട റെന്റ് നമ്മൾ അടച്ചിട്ടുണ്ടല്ലോ. സ്വാഭാവികമായിട്ടും അപ്പൊ ഈ റെന്റ് ആൻഡ് ടാക്സ് എന്തുമായി ബന്ധപ്പെട്ടതാന്നുള്ളതിനെ കുറിച്ച് നമുക്കൊരു ഇൻഫർമേഷൻ ഇല്ല. അപ്പൊ അതുകൊണ്ട് തന്നെ അത് നമ്മൾ തൽക്കാലം ഇവിടെ എടുക്കണ്ട. കാരണം അത് മിക്കവാറും എന്തായിരിക്കും? ഹൗസ് പ്രോപ്പർട്ടിയിലെ റെന്റ് ആൻഡ് ടാക്സ് ആയിരിക്കും എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. അപ്പൊ അതുകൊണ്ട് നമ്മൾ അതിനെ തൽക്കാലം ഇവിടെ എടുക്കുന്നില്ല. എന്തുകൊണ്ട് എടുക്കുന്നില്ല വെച്ചിട്ടുണ്ടെങ്കിൽ സാധാരണ റെന്റ് ആൻഡ് ടാക്സ് നമുക്ക് എടുക്കാം. കാരണം ഇവിടെ ക്ലിനിക് റെന്റ് എന്ന് പറഞ്ഞ് സ്പെസിഫൈ ചെയ്ത് തന്നത് കൊണ്ട് ആ ഡോക്ടർക്ക് കൊടുക്കേണ്ട റെന്റ് എന്താണ്? ക്ലിനിക്കുമായി ബന്ധപ്പെട്ട റെന്റ് ആണ്. അപ്പൊ അത് അവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ വേറെ റെന്റ് വരുമ്പോൾ ചിലപ്പോൾ അയാൾ വാടകയ്ക്ക് താമസിക്കുന്ന വീടിന്റെ റെന്റ് ആവാം. അങ്ങനെയുള്ള സാധ്യതകളുണ്ട്. അപ്പൊ അതുകൊണ്ട് അത് ഇവിടെ പരിഗണിക്കാൻ പറ്റില്ല കേട്ടോ. അത് അത് ആ ഒരു ഓപ്ഷൻ ഉള്ളത് കൊണ്ടാണ് നമ്മൾ എടുക്കാത്തത്. ജസ്റ്റ് റെന്റ് ആൻഡ് ടാക്സ് എന്ന് പറഞ്ഞൊരു ഐറ്റം തന്നു. ക്ലിനിക് റെന്റ് ഇതിൽ ഇല്ല എന്ന് വിചാരിക്കുക. അപ്പൊ അത് നമുക്ക് എടുക്കാവുന്നതാണ്. കാരണം 2 റെന്റ് ഉണ്ടാവില്ല എന്നുള്ളത് കൊണ്ടാണ് നമ്മളത് ഒഴിവാക്കിയത് കേട്ടോ. ക്ലിയർ? പിന്നെ അടുത്തത് പർച്ചേസ് ഓഫ് മെഡിക്കൽ ബുക്സ്. പർച്ചേസ് ഓഫ് മെഡിക്കൽ ബുക്സ് എന്ന് പറയുന്നത് ഒരു അസറ്റ് ആണ്. മെഡിക്കൽ ബുക്സ് അല്ലെ? ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു. മെഡിക്കൽ ബുക്സ് അസറ്റ് ആണ്. മെഡിക്കൽ ബുക്സിന് വരുന്ന ഡിപ്രീസിയേഷൻ നമുക്ക് എടുക്കാം. അല്ലാതെ മെഡിക്കൽ ബുക്സിന്റെ മൊത്തം എമൗണ്ട് 2,000 നമുക്ക് ഇവിടെ എടുക്കാൻ പാടില്ല. ക്ലിയർ? അപ്പൊ നമുക്കിവിടെ എഴുതാം ഡിപ്രീസിയേഷൻ. അങ്ങനെയാണ് എഴുതേണ്ടത് കേട്ടോ. ഡിപ്രീസിയേഷൻ ഓൺ മെഡിക്കൽ ബുക്ക്. കാരണം അസറ്റുകൾ നമ്മൾ ഒരിക്കലും എവിടെ എഴുതാറില്ല? ഒരു പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ആയാലും ഇൻകം സ്റ്റേറ്റ്മെന്റിൽ നമ്മൾ അസറ്റുകളെല്ലാം എഴുതാറില്ലേ? അസറ്റിന്റെ ഡിപ്രീസിയേഷൻ ആണ് എഴുതാറുള്ളത്. അപ്പം ബുക്സ് ഒരു അസറ്റ് ആണ്. സോ അസറ്റ് ആയതുകൊണ്ട് തന്നെ നമുക്ക് അതിന്റെ എന്ത് എഴുതാൻ പറ്റുള്ളൂ? ഡിപ്രീസിയബിൾ എമൗണ്ട് മാത്രമേ എഴുതാൻ പറ്റുള്ളൂ. അത് എത്രയാണ്? മെഡിക്കൽ ബുക്സിന്റെ ഡിപ്രീസിയേഷൻ എത്രയാണ്? പഴയ നോട്ട് ഒന്ന് എടുത്ത് നോക്കി. നിങ്ങൾ ഡിപ്രീസിയേഷന്റെ നോട്ട് എഴുതിയതിൽ കണ്ടിട്ടുണ്ടാവും. ബുക്സിന്റെ ഡിപ്രീസിയേഷൻ എത്രയാണ് വരുന്നത്? എത്ര ശതമാനം ഡിപ്രീസിയേഷൻ വരുന്നത്? ഒന്ന് മറിച്ച് നോക്കി. കിട്ടിയോ? എത്ര വരുന്നത്? ഓക്കെ, കാണാതെ പഠിക്കണേ. ഞാൻ പറയുന്നതാണ് എന്നും കാണാതെ പഠിക്കണുള്ളത്. ഓക്കെ, ഏതായാലും നിൽക്കട്ടെ. 40% മെഡിക്കൽ ബുക്സിന്റെ ഡിപ്രീസിയേഷൻ വരുന്നത്. ഓക്കെ, അപ്പം 2,000 40% എന്ന് പറയുമ്പോൾ എത്ര വരിക? 800 അല്ലേ? ദെൻ ഇനി എന്താ അടുത്ത ഐറ്റം? ഇപ്പൊ നമ്മൾ എടുത്ത ഐറ്റംസ് ടിക്കറ്റ് പോവുകയാണെങ്കിൽ നമുക്ക് വളരെ ഈസി ആയിരിക്കും. സാലറി സ്റ്റാഫ് എടുത്തു, ക്ലിനിക് റെന്റ് എടുത്തു, റെന്റ് ആൻഡ് ടാക്സ് എടുത്തില്ല. കാരണം ഒരു റെന്റ് നമ്മൾ എടുത്തിട്ടുണ്ട് ക്ലിനിക്കുമായി ബന്ധപ്പെട്ടത്. ക്ലിനിക്കുമായി ബന്ധപ്പെട്ട റെന്റ് ഉള്ളത് കൊണ്ട് മറ്റേ റെന്റ് മെഡിക്കലുമായി ബന്ധപ്പെട്ട റെന്റ് അല്ല എന്ന് നമ്മൾ എന്താണ് അസ്യൂം ചെയ്യുന്നു. അതുകൊണ്ട് നമ്മൾ അതിനെ ഒഴിവാക്കുന്നു. ഓക്കെ, പിന്നെ പർച്ചേസ് ഓഫ് മെഡിക്കൽ ബുക്സ് എടുത്തു. മെഡിക്കൽ ബുക്സ് എന്ന് പറയുന്നത് അസറ്റ് ആണ്. അതുകൊണ്ട് ആ എമൗണ്ട് നമുക്ക് എടുക്കാൻ പറ്റില്ല. അതിലെ ഡിപ്രീസിയേഷൻ വാല്യൂ എടുക്കാൻ പാടുള്ളൂ. അതുകൊണ്ട് നമ്മൾ അത് എടുത്തു. ഇനി അടുത്തെടുക്കാം. ഇലക്ട്രിസിറ്റി ആൻഡ് വാട്ടർ എടുക്കാം അല്ലെ? ഇലക്ട്രിസിറ്റി ആൻഡ് വാട്ടർ ഒരു എക്സ്പെൻസ് ആണ്. നമുക്കത് എടുക്കാം. അത് മെഡിക്കൽ എക്സ്പെൻസ് ആണ്. കാരണം ആ ക്ലിനിക്കിന് നമുക്ക് കറണ്ട് ആവശ്യമുണ്ട്, അതുപോലെ വാട്ടർ ആവശ്യമുണ്ട്. ഇലക്ട്രിസിറ്റി ആൻഡ് വാട്ടർ. എത്ര ഇലക്ട്രിസിറ്റി ആൻഡ് വാട്ടർ വരുന്നത്? 2,000 അല്ലേ? 2,000. ഇലക്ട്രിസിറ്റി ആൻഡ് വാട്ടർ 2,000. പിന്നെ അടുത്തത് പർച്ചേസ് ഓഫ് സർജിക്കൽ എക്യുപ്മെന്റ് ആണ്. പർച്ചേസ് ഓഫ് സർജിക്കൽ എക്യുപ്മെന്റ്. സർജിക്കൽ എക്യുപ്മെന്റും എന്താണ്? ഒരു അസറ്റ് ആണ്. അസറ്റ് ആയതുകൊണ്ട് നമുക്ക് അവിടെ എടുക്കാൻ എന്താ പറ്റുള്ളൂ? അതിന്റെ ഡിപ്രീസിയബിൾ വാല്യൂ എടുക്കാൻ പറ്റുള്ളൂ. അപ്പൊ നമ്മൾ എഴുതുക ഡിപ്രീസിയേഷൻ ഓൺ സർജിക്കൽ എക്യുപ്മെന്റ്. സർജിക്കൽ എക്യുപ്മെന്റ്. അപ്പൊ സർജിക്കൽ എക്യുപ്മെന്റിന്റെ ഡിപ്രീസിയേഷൻ എടുക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ്? സർജിക്കൽ എക്യുപ്മെന്റിന്റെ
നമുക്ക് അതുമായി ബന്ധപ്പെട്ടിട്ട് ഒരു അഡീഷണൽ ഇൻഫർമേഷൻ നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് അല്ലേ? എന്താണ്? ഈ ഒരു വർഷം നമ്മൾ പർച്ചേസ് ചെയ്തിട്ടുള്ള സർജിക്കൽ എക്യുപ്മെന്റ് 15,000 ആണ് എന്ന് ക്വസ്റ്റ്യനിലുണ്ട്. അതിനെ കൂടാതെ നമുക്ക് ഇതാ താഴെ 4ാമത്തെ അഡീഷണൽ ഇൻഫർമേഷൻ നോക്കിയാൽ കാണാം. എന്താണ്? സർജിക്കൽ എക്യുപ്മെന്റ് 15% ഡിപ്രീസിയേഷൻ ഈടാക്കുന്നത്. അതുപോലെ തന്നെ കഴിഞ്ഞ വർഷത്തെ സർജിക്കൽ എക്യുപ്മെന്റ് റിട്ടേൺ ഡൗൺ വാല്യൂ ആയിട്ട് നമുക്ക് 11,500 ഉണ്ട്. അപ്പൊ ആ 11,500നോട് കൂടി ല്ലേ ലാസ്റ്റ് റിട്ടേൺ ഡൗൺ വാല്യൂനോട് കൂടി എന്ത് ചെയ്യണം? പർച്ചേസ് ആഡ് ചെയ്യണം. ലെസ് സോൾഡ് എന്നാണല്ലോ നമ്മൾ പഠിച്ചിട്ടുള്ള നമ്മുടെ ഫോർമാറ്റിൽ പറയുന്നത്. അപ്പൊ അങ്ങനെ ഒരു ഫോർമാറ്റ് നമ്മൾ ഡിപ്രീസിയേഷന്റെ പ്രോബ്ലം ചെയ്തപ്പോൾ പഠിച്ചിട്ടുണ്ട്. എന്താണ്? റിട്ടേൺ ഡൗൺ വാല്യൂ ലാസ്റ്റ് ഇയറിലെ അല്ലെങ്കിൽ ഓപ്പണിംഗ് റിട്ടേൺ ഡൗൺ വാല്യൂ പ്ലസ് പർച്ചേസിന്റെ ഡേറ്റ് തന്നിട്ടുണ്ട്. ഡേറ്റും കൂടി ഉപയോഗിക്കണം. കാരണം എന്താണ്? അത് 180 ദിവസത്തിൽ കൂടുതൽ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഫുൾ റേറ്റ് ഓഫ് ഡിപ്രീസിയേഷൻ അല്ലെങ്കിൽ ഹാഫ് റേറ്റ് ഓഫ് ഡിപ്രീസിയേഷൻ എന്നാണ് ചെയ്യേണ്ടത്. പക്ഷെ ഇവിടെ പർച്ചേസിന് ഡേറ്റ് നമുക്ക് തന്നിട്ടില്ല. അപ്പൊ നമുക്ക് ഫുൾ റേറ്റ് ഓഫ് ഡിപ്രീസിയേഷൻ തന്നെ എടുക്കാം. ദെൻ പിന്നെന്താണ്? അതിൽ നിന്ന് സെയിൽ ചെയ്തിട്ടുള്ളത് എന്ത് ചെയ്യണം? മൈനസ് ചെയ്യണം. എന്നിട്ട് കിട്ടുന്ന ഒരു വാല്യൂ ഉണ്ടാവും. ആ വാല്യൂന്റെ മുകളിലാണ് ഡിപ്രീസിയേഷൻ റേറ്റ് അപ്ലൈ ചെയ്യേണ്ടത്. നമ്മൾ ഡിപ്രീസിയേഷന്റെ പ്രോബ്ലം ചെയ്തതാണ്. ഓർമ്മയുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. അപ്പൊ ആ ഒരു കാര്യം നമ്മൾ ഇവിടെ ചെയ്യേണ്ടതുണ്ട്. ഒന്നുകിൽ നിങ്ങൾക്ക് അത് വർക്കിംഗ് നോട്ട് ആയിട്ട് കാണിക്കാം. അല്ലെങ്കിൽ അത് നിങ്ങൾക്ക് ഇതുപോലെ ബ്രാക്കറ്റ് ഇട്ടുകൊണ്ട് കാണിക്കാം. എന്താണ്? സർജിക്കൽ എക്യുപ്മെന്റിന്റെ വാല്യൂ കണ്ടുപിടിക്കുക. അപ്പൊ എത്രയാണ്? നമ്മുടെ കയ്യിൽ ഓൾറെഡി ഉള്ളത് ഓപ്പണിംഗ് റിട്ടേൺ ഡൗൺ വാല്യൂ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. എത്രയാണ് ഓപ്പണിംഗ് റിട്ടേൺ ഡൗൺ വാല്യൂ? 11,500 ആണുള്ളത്. ഓപ്പണിംഗ് റിട്ടേൺ ഡൗൺ വാല്യൂ 11,500. അത് പ്ലസ് അല്ലെ 11,500 പ്ലസ് എന്ത് ചെയ്യണം? നമ്മൾ ഈ വർഷം പർച്ചേസ് നടത്തിയത് എത്രയാണ്? അത് 15,000 ആണ്. 15,000 മൈനസ് നമ്മൾ ഈ വർഷം വിറ്റത് എത്രയാണ്? ഈ വർഷം വിറ്റത് 4,000 ആണ്. 4,000. അപ്പോൾ നമുക്ക് ഈ വർഷം നമ്മുടെ കയ്യിലുണ്ടായിരുന്ന എന്താണ്? സർജിക്കൽ എക്യുപ്മെന്റിന്റെ വാല്യൂ കിട്ടും. അത് എത്രയാണ്? 19,000 പ്ലസ് 30,500 ആയിരിക്കും ഉണ്ടാവുക അല്ലെ? സോറി 30,500 അല്ല 11,000 22,500 ആണ് ഉണ്ടാവുക അല്ലെ? 22,500 22,500 ആയിരിക്കും ഈ വർഷം നമ്മുടെ കയ്യിലുണ്ടായിരുന്ന എന്ത് സർജിക്കൽ എക്യുപ്മെന്റിന്റെ വാല്യൂ വിറ്റത് ഒഴിവാക്കി കഴിഞ്ഞാൽ നമ്മുടെ കയ്യിലുണ്ടാവുന്ന സർജിക്കൽ എക്യുപ്മെന്റിന്റെ വാല്യൂ 22,500 ആണ്. ആ 22,500ന്റെ 15% നമ്മൾ എന്ത് ചെയ്യുക? കണ്ടുപിടിക്കുക. ഓക്കെ, അതാണ് ഡിപ്രീസിയേഷൻ ഓഫ് സർജിക്കൽ എക്യുപ്മെന്റ് വരിക. എത്രയാണ് വരുന്നത്? 22,500ന്റെ 15%. എത്രയാ? 3,375 വരുന്നത് അല്ലെ? 3,375 ആയിരിക്കും വരിക. അപ്പൊ ഇവിടെ നമ്മൾ ഹാഫ് റേറ്റ് ഓഫ് ഡിപ്രീസിയേഷൻ കാണുന്നില്ല. എന്തുകൊണ്ട് കാണുന്നില്ല? കാരണം ഈ ക്വസ്റ്റ്യനിൽ ഹാഫ് റേറ്റ് ഓഫ് ഡിപ്രീസിയേഷൻ കാണണമെങ്കിൽ നമ്മൾ ഈ 15,000 പർച്ചേസ് നടത്തിയത് ഡേറ്റ് കിട്ടണം. ആ ഡേറ്റ് വെച്ച് നമ്മൾ നോക്കുമ്പോൾ 180 ദിവസത്തിൽ താഴെ ആവണം. താഴെ ആയാലേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ഹാഫ് റേറ്റ് 15,000ന് മുകളിൽ കാണേണ്ടതുള്ളൂ. പക്ഷെ ഇവിടെ അങ്ങനെ ഒരു ഡേറ്റ് ഇല്ലാത്തത് കൊണ്ട് നമ്മൾ ഹാഫ് റേറ്റ് ഓഫ് ഡിപ്രീസിയേഷൻ കാണുന്നില്ല. ഓക്കെ, ആ കാര്യത്തിൽ ഇനി സംശയം ഉണ്ടാവരുത്. ക്ലിയർ? ഇനി അടുത്തത് മോട്ടോർ കാർ എക്സ്പെൻസ് ഉണ്ട്. ഒരു 7,500 നമുക്ക് എഴുതാം. മോട്ടോർ കാർ എക്സ്പെൻസ് എന്ന് പറഞ്ഞ് എഴുതാം. മോട്ടോർ കാർ എക്സ്പെൻസ് എഴുതുമ്പോൾ നമ്മൾ നേരത്തെ വായിച്ച ഒരു കാര്യം നമുക്ക് ഓർമ്മ ഉണ്ടാവണം. എന്താണ്? മോട്ടോർ കാർ എക്സ്പെൻസുമായി ബന്ധപ്പെട്ടിട്ട് അഡീഷണൽ ഇൻഫർമേഷനിൽ നമുക്ക് എന്താണ് ഒരു ഇൻഫോ ഉണ്ട്. എന്താണ് അഡീഷണൽ ഇൻഫോ ഉള്ളത്? മോട്ടോർ കാർ എക്സ്പെൻസിൽ 1/3 എന്താണ്? 1/3 ഓഫ് ദി മോട്ടോർ കാർ. 1/3 എന്താണ്? പേഴ്സണൽ യൂസ് ആണ്. അപ്പൊ മൊത്തം 7,500 മോട്ടോർ കാർ എക്സ്പെൻസ് നമ്മുടെ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. അതിൽ 1/3 മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കിയുള്ളതാണ് എന്ത്? ഈ പ്രൊഫഷണൽ ഉപയോഗത്തിന് വന്നിട്ടുള്ള മോട്ടോർ കാർ എക്സ്പെൻസ് എന്ന് പറയുന്നത്. അപ്പം ഒന്നുകിൽ 1/3 മൈനസ് ചെയ്യുക, അല്ലെങ്കിൽ എന്ത് ചെയ്യുക? 2/3 എടുക്കുക. 7,500ന് 2/3 എടുത്താൽ മതി അല്ലെ? 1/3 മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന ആൻസർ എന്താണ്? 2/3 ആണല്ലോ, 2/3 ആണല്ലോ. അതുകൊണ്ട് ഒന്നുകിൽ എന്ത് ചെയ്യുന്നു? നമ്മൾ ഈ എമൗണ്ടിൽ നിന്നും, അതായത് മോട്ടോർ കാർ എക്സ്പെൻസ് എത്രയാണ് ക്വസ്റ്റ്യൻ തന്നിട്ടുള്ളത്? 7,500 ആണ്. അപ്പൊ 7,500ന്റെ 1/3 കണ്ടുപിടിക്കുക. എന്നിട്ട് 7,500 നിന്ന് അത് മൈനസ് ചെയ്യുക. അതല്ലെങ്കിൽ നേരെ ചെയ്യാൻ എന്താ വളരെ ഈസി ആയിട്ട് നേരെ ചെയ്താൽ മതി. എന്താണ്? 7,500 ഇൻറ്റു 2/3. 3/1 പേഴ്സണൽ യൂസ് ആണ് എങ്കിൽ 3/2 എന്തായിരിക്കും? പ്രൊഫഷണൽ യൂസ് ആയിരിക്കും. അതുകൊണ്ട് 7,500ന്റെ 3/2 കാണുക. അതോടെ എടുത്താൽ മതി. ഓക്കെ.
ഏതാണ് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ എളുപ്പം എന്ന് വെച്ചാൽ ആ രീതിയിൽ നിങ്ങൾ എടുക്കുക. ഇപ്പൊ ആൻസർ വരുന്നത് എത്രയായിരിക്കും? മോട്ടോർ കാറിൻ്റെത് 2/3 എന്ന് പറയുമ്പോൾ 5000 ആയിരിക്കും അല്ലെ? വീണ്ടും ക്വസ്റ്റ്യനിലേക്ക് പോകുന്നു. ഇപ്പൊ മോട്ടോർ കാർ എടുത്തു കഴിഞ്ഞു. ഇനി മെഡിക്കൽ അസോസിയേഷൻ മെമ്പർഷിപ്പ് ഫീസ് അത് എടുക്കാം അല്ലെ? അപ്പോൾ ചുരുക്കി ഞാനിവിടെ മെഡ് മെമ്പർഷിപ്പ് ഫീസിന് എഴുതുന്നുള്ളൂ. നിങ്ങൾ ഫുള്ളാക്കി വേണമെങ്കിൽ എഴുതുക. ഫുള്ളാക്കി മെഡ് മെമ്പർഷിപ്പ് ഫീസ് എത്രയാണ് വരുന്നത്? മെഡിക്കൽ മെമ്പർഷിപ്പ് ഫീസ് വരുന്നത് 2500. മെഡിക്കൽ മെമ്പർഷിപ്പ് ഫീസ് 2500. പിന്നെ ഇനി എന്താ ഉള്ളത്? ആ അത് നമുക്ക് രണ്ട് ഐറ്റം ആണ്. നമുക്ക് മോട്ടോർ കാറിന്റെ അതേ ഓർഡർ, ഞാൻ ക്വസ്റ്റ്യനിൽ തന്ന അതേ ഓർഡറിൽ ചെയ്തെന്നുള്ളൂ. നമുക്ക് എന്ത് ചെയ്യാം? ആ ഡിപ്രീസിയേഷൻ വേറെ എഴുതാം. അതിന്റെ കൂടെ എഴുതണമെന്നില്ല. പക്ഷെ രണ്ട് ഐറ്റം ആണ്. മോട്ടോർ കാർ എക്സ്പെൻസ് വേറെ, മോട്ടോർ കാർ ഡിപ്രീസിയേഷൻ വേറെ. നമുക്ക് ഒരുമിച്ച് എഴുതിയിട്ടുണ്ടെങ്കിൽ മോട്ടോർ കാർ റിലേറ്റഡ് ആയിട്ടുള്ള എക്സ്പെൻസ് മൊത്തം തീർന്നു. അങ്ങനെ ചെയ്യാം. കുഴപ്പമൊന്നുള്ള കാര്യമല്ല. ഞാൻ അത് എടുക്കാത്തതിന്റെ കാരണം ഞാൻ ഈ ക്വസ്റ്റ്യൻ ഇതിനകത്തുള്ളത് എല്ലാം ഒരുമിച്ച് എഴുതാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ അങ്ങനെ ചെയ്തത്. നിങ്ങൾക്കിടെ ഓപ്ഷൻ ആണ്. ചെയ്യുന്നത് കൊണ്ടൊന്നും ഒരു പ്രശ്നമില്ല കേട്ടോ. ദെൻ പറഞ്ഞു വന്നത് ഇപ്പോൾ മെഡിക്കൽ മെമ്പർഷിപ്പ് ഫീസ് എഴുതി. ഇനി ഓഡിറ്റ് ഫീസ് 10,000 ഉണ്ട്. ഓഡിറ്റ് ഫീസ് 10,000 എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ്? ഓഡിറ്റ് ഫീസുമായി ബന്ധപ്പെട്ടിട്ട് ഈ ക്വസ്റ്റ്യനിൽ നമുക്കൊരു അഡീഷണൽ ഇൻഫർമേഷൻ ഉണ്ട്. പക്ഷെ അഡീഷണൽ ഇൻഫർമേഷന് പ്രത്യേകിച്ച് എഫക്റ്റ് ഒന്നും ഇല്ല എന്ന് ഞാൻ പറഞ്ഞു. അതുകൊണ്ട് നമ്മൾ അതിനെ ഇവിടെ പരിഗണിക്കണമെന്നില്ല. പക്ഷെ നമ്മൾ ഓരോ ഐറ്റം എടുക്കുമ്പോഴും അതുമായി ബന്ധപ്പെട്ട അഡീഷണൽ ഇൻഫർമേഷൻ ഉണ്ടോ, അതിന് എഫക്റ്റ് ഉണ്ടോ എന്നുള്ളത് നമ്മളിവിടെ ചെക്ക് ചെയ്യണം. ഓഡിറ്റ് ഫീസ് നമുക്ക് 10,000 ഇവിടെ എടുക്കാം. ദെൻ അടുത്ത ഐറ്റം എന്താണ്? സ്റ്റാഫ് വെൽഫെയർ എക്സ്പെൻസ് എടുക്കാം. സ്റ്റാഫ് വെൽഫെയർ എക്സ്പെൻസ് എത്ര വരുന്നത്? 1000 ആണ്. അതെടുക്കാം. യെസ്. പിന്നെ വരുന്നത് ദീപാവലി എക്സ്പെൻസ് ആണ്. അതെടുക്കാം. ദീപാവലി എക്സ്പെൻസ് ഉണ്ട്. എത്രയാണത്? 500 അല്ലേ? 500 അതെടുത്തു. പിന്നെ വരുന്നത് എന്റർടൈൻമെന്റ് എക്സ്പെൻസ്. ഉണ്ട്. അത് വരുന്ന എത്രയാണ്? 6000 അങ്ങനത്തെ ഒരു എമൗണ്ട് ആണല്ലോ. എത്രയായിരുന്നു? എന്റർടൈൻമെന്റ് എക്സ്പെൻസ് 6000 അല്ലേ? 6000. 6000. ദെൻ ഇനി എന്താ ഐറ്റം ഉള്ളത്? പർച്ചേസ് ഓഫ് മെഡിസിൻ. പർച്ചേസ് ഓഫ് മെഡിസിൻ 15,000. യെസ്. ഇത്രയാണ് നമുക്ക് ടേബിളിനകത്ത് അല്ലെങ്കിൽ നമ്മുടെ പേയ്മെന്റിന്റെ അകത്ത് തന്നിട്ടുള്ള എന്ത് ഡീറ്റെയിൽസ് എന്ന് പറയുന്നത്. ഇനി ഇതിന് പുറമെ നേരത്തെ പറഞ്ഞ പോലെ അഡീഷണൽ ഇൻഫർമേഷനിൽ ഒന്നെടുത്തു. അഡീഷണൽ ഇൻഫർമേഷൻ 2ൽ ഒരു കാര്യം ചെയ്തു. എന്താണ്? 2/3 ഉള്ളൂ. എന്ത്? പ്രൊഫഷണൽ എക്സ്പെൻസ് ആയിട്ട് മോട്ടോർ കാറിന്റെ വരുന്നത്. ദെൻ അതിലെ രണ്ടാമത്തെ കാര്യം നമ്മൾ എഴുതിയിട്ടില്ല. അത് എഴുതണം. എന്താണ്? ഡിപ്രീസിയേഷൻ ഓഫ് മോട്ടോർ കാർ അല്ലെ? അത് നമുക്ക് എഴുതാം. ഇനി നിങ്ങൾ നേരത്തെ എഴുതിയിട്ടുണ്ടെങ്കിൽ ഇവിടെ വീണ്ടും ആവർത്തിക്കേണ്ട. ഡിപ്രീസിയേഷൻ ഓഫ് മോട്ടോർ കാർ എത്രയാണ്? 3000 എടുക്കാം. ആ 3000 എന്തുകൊണ്ട് എടുക്കുന്നു? എന്തുകൊണ്ട് അതിനെ 2/3 ചെയ്യുന്നില്ല? നമ്മൾ പറഞ്ഞു എന്താണ്? ആ 3000 പ്രൊഫഷണൽ ആവശ്യത്തിന് തന്നെയാണ് എന്ന് ക്വസ്റ്റ്യനിൽ സ്പെസിഫൈ ചെയ്ത് പറയുന്നുണ്ട്. അതുകൊണ്ട് പിന്നെ വീണ്ടും അതിനെ 2/3 ആക്കേണ്ട ആവശ്യമില്ല. അങ്ങനെ ആക്കുമ്പോൾ തെറ്റും. ഓക്കെ.
അപ്പോൾ രണ്ടാമത്തെ അഡീഷണൽ ഇൻഫർമേഷൻ കംപ്ലീറ്റ് ആക്കി. മൂന്നാമത്തെ അഡീഷണൽ ഇൻഫർമേഷൻ നമ്മൾ കംപ്ലീറ്റ് ആക്കിയാണ്. കാരണം അതിന് പ്രത്യേകിച്ച് ഇൻഎഫക്റ്റ് ഇല്ല എന്ന് പറഞ്ഞു. നാലാമത്തെ അഡീഷണൽ ഇൻഫർമേഷൻ നമ്മൾ വായിച്ചു. അതും കംപ്ലീറ്റ് ആയതാണ്. അപ്പോൾ അഡീഷണൽ ഇൻഫർമേഷൻ മൊത്തം കംപ്ലീറ്റ് ആയി. പിന്നെ പേയ്മെന്റ് സൈഡിൽ എടുക്കേണ്ടിയിരുന്ന എല്ലാ ഐറ്റംസും എടുത്തു. സാലറി എടുത്തു, പ്രിന്റ് എടുത്തു, റെന്റ് ആൻഡ് ടാക്സ് എടുത്തില്ല. എടുക്കാത്തതിനുള്ള കാരണം പറഞ്ഞു. പിന്നെ ഇങ്ങനെ പോന്നു. പിന്നെ അവിടുന്ന് പോകുന്ന ശേഷം പർച്ചേസ് ഓഫ് മെഡിക്കൽ ബുക്സ്, അത് ഒരു അസറ്റ് ആയതുകൊണ്ട് അതിന്റെ ഡിപ്രീഷ്യബിൾ വാല്യൂ എടുത്തു. പിന്നെ പർച്ചേസ് ഓഫ് സർജിക്കൽ എക്യുപ്മെന്റ് അസറ്റ് ആണ്, അതുകൊണ്ട് അതിന്റെ ഡിപ്രീഷ്യബിൾ വാല്യൂ എടുത്തു. ബാക്കി എല്ലാ ഐറ്റംസും എടുത്തു. പിന്നെ ഇങ്ങനെ പോകുന്നു. പിന്നെ എടുക്കാത്ത ഐറ്റംസ് ഒന്നും ഇല്ലല്ലോ, എല്ലാ ഐറ്റംസും എടുത്തു. ഓക്കെ, ഇത്രയാണ് നമുക്ക് മൊത്തം ഐറ്റംസ് വരുന്നത് പേയ്മെന്റില്. ഇനി നമുക്ക് ടോട്ടൽ പേയ്മെന്റ്സ് കണ്ടുപിടിക്കാം. ആ ടോട്ടൽ പേയ്മെന്റ്സ് എത്രയാണെന്ന് വെച്ചാൽ അതിനെ ഔട്ടർ കോളത്തിലേക്ക് എഴുതാം. ഓക്കെ, ടോട്ടൽ പേയ്മെന്റ്സ് കണ്ടുപിടിച്ചേ. ടോട്ടൽ പേയ്മെന്റ്സ് ഒന്ന് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്ത് പറയൂ കേട്ടോ. ഞാൻ മൊത്തം കാൽക്കുലേറ്റ് ചെയ്യാൻ കുറച്ച് പ്രയാസമുണ്ട്. അതുകൊണ്ട് നിങ്ങളൊന്ന് ടോട്ടൽ ചെയ്തിട്ട് ആ ആൻസർ ഒന്ന് പറയും. ടോട്ടൽ പേയ്മെന്റ്സ് തൊണ്ണൂറ്റിയാറ് ഓക്കെ, 96,675. ഓക്കെ, അത് ലെസ് സൈൻ ആയിട്ട് അതുകൊണ്ട് ബ്രാക്കറ്റിനകത്ത് ഇടാം കേട്ടോ. സോറി, ബ്രാക്കറ്റിനകത്ത് ഇടണം. 96,675. അപ്പോൾ ടോട്ടൽ റെസിപ്റ്റിൽ നിന്നും ടോട്ടൽ പേയ്മെന്റ് മൈനസ് ചെയ്യുക. എന്നിട്ട് കിട്ടുന്ന ആൻസർ അതാണ് എന്ത്, ഇൻകം ഫ്രം പ്രൊഫഷൻ ആവുക. അപ്പൊ ഇൻകം ആണോ ലോസ് ആണോ എന്നുള്ളത് നമുക്ക് നോക്കാം. ചെയ്തു നോക്കൂ. കിട്ടുന്ന ആൻസർ എന്താണ്? 87,500 നിന്നും അപ്പോൾ മൈനസ് വരുന്നില്ല, -9,175 അല്ലേ വരുന്നത്. അപ്പൊ എന്താണ്? യെസ്, ലോസ് ആണ് അല്ലെ. ലോസ് ഫ്രം പ്രൊഫഷൻ ഏരിയ ആണ്. അപ്പൊ നമുക്ക് വന്നത് ലോസ് ആണ്. പ്രൊഫഷനിൽ നിന്ന് നമുക്കുണ്ടായിട്ടുള്ളത് ലോസ് ആണ്. ഓക്കെ, ലോസ് ഫ്രം പ്രൊഫഷൻ മൈനസ് അല്ലെങ്കിൽ 99,175. ഓക്കെ, അപ്പോൾ സംഭവം പ്രോബ്ലം ചെയ്യൽ വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ് ഇത്. അപ്പൊ നിങ്ങൾ മെഡിക്കൽ പ്രൊഫഷനുമായി ബന്ധം ഏതാണോ നമ്മോട് ക്വസ്റ്റ്യനിൽ ചോദിക്കുന്നത് ആ പ്രൊഫഷൻ തിരിച്ചറിയുക. ആ പ്രൊഫഷനുമായി ബന്ധപ്പെട്ട് വരാൻ സാധ്യതയുള്ള റെസിപ്റ്റുകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക എന്നുള്ളതാണ്. ഇപ്പൊ നിങ്ങൾ ഓൾമോസ്റ്റ് നമ്മുടെ ക്വസ്റ്റ്യനിൽ അധികം മെഡിക്കൽ മേഖലയുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് ആണ് ടെക്സ്റ്റ് ബുക്കിൽ അധികം ഉള്ളത്. പക്ഷെ ചിലപ്പോൾ എന്താണ്, ഒരു ചാർട്ടേഡ് അക്കൗണ്ടന്റിനെ കുറിച്ചുള്ള അയാളുടെ പ്രൊഫഷണൽ ഇൻകം ഏതാന്ന് ചോദിക്കാം. അല്ലെങ്കിൽ എന്താണ്, ഒരു അഡ്വക്കേറ്റിന്റെ പ്രൊഫഷണൽ ഇൻകവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചോദ്യങ്ങൾ ചിലപ്പോൾ ഉണ്ടാവാം. ഓക്കെ, അപ്പൊ നിങ്ങൾ അത് മനസ്സിലാക്കാൻ നിങ്ങൾ ശ്രദ്ധിക്കണം. അപ്പൊ നിങ്ങൾ പറ്റുമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ജസ്റ്റ് ഒന്ന് ഗൂഗിൾ ചെയ്തിട്ട് എന്താണ് പ്രൊഫഷണൽ റെസിപ്റ്റ്സ് ഓഫ് ആൻ അഡ്വക്കേറ്റ്, പ്രൊഫഷണൽ പേയ്മെന്റ്സ് ഓഫ് ആൻ അഡ്വക്കേറ്റ് ഒന്ന് ഒരു ലിസ്റ്റ് ഉണ്ടാക്കി വെക്കുക. അതുപോലെ തന്നെ എന്താണ്, കാണാതെ പഠിക്കാൻ വേണ്ടി നിങ്ങൾക്ക് ഇത് ക്വസ്റ്റ്യൻ കണ്ട് തിരിച്ചറിയാൻ പറ്റില്ല എന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾ അങ്ങനെ ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ എന്താണ്, ഈ ചാർട്ടേഡ് അക്കൗണ്ട്സിന്റെ പ്രൊഫഷണൽ റെസിപ്റ്റ്സ് ഓഫ് ചാർട്ടേഡ് അക്കൗണ്ടൻസ് എന്തൊക്കെയാണ് ലിസ്റ്റ് എടുക്കുക. അതല്ല പ്രൊഫഷണൽ പേയ്മെന്റ്സ് ഓഫ് ചാർട്ടേഡ് അക്കൗണ്ട്സ് ഒരു ലിസ്റ്റ് എടുക്കുക. എന്നിട്ട് ആ ലിസ്റ്റ് ഒന്ന് കാണാതെ പഠിച്ചാൽ മതി. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് എന്താണ് മാക്സിമം പോയാലും 3 പേര് നിന്നുള്ള ഒരു ഏതെങ്കിലും ഒരാളതായിരിക്കും ക്വസ്റ്റ്യൻ ചോദിക്കുക. അപ്പൊ മിക്കവാറും ഈ മെഡിക്കൽ പ്രൊഫഷൻ തന്നെ ചോദിക്കാറുണ്ട്, അതാണ് ചോദിക്കാറുള്ളത്. നമുക്ക് കൂടുതൽ ക്വസ്റ്റ്യനും അത് തന്നെയാണ് ടെക്സ്റ്റിനുള്ളത്. അപ്പോൾ വേണമെങ്കിൽ നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള ഒരു എളുപ്പ മാർഗത്തിന് വേണ്ടി പറയാണ്. കാരണം പൊതുവേ നമ്മൾ അങ്ങനെ ഓരോന്നും എടുത്ത് പഠിക്കാറൊന്നും ഇല്ല. കാരണം അങ്ങനെ ഒരു കൃത്യമായിട്ടുള്ള ഫോർമാറ്റ് ഇതിനില്ല എന്നുള്ളതാണ് വേറെ പ്രത്യേകത. ഞാൻ പറഞ്ഞല്ലോ, ഇതിന് ഞാൻ നിങ്ങൾക്ക് തന്നത് ഒരു ഫോർമാറ്റ് അല്ല, ഞാൻ ഉണ്ടാക്കിയ ഒരു ഫോർമാറ്റ് ആണ് നിങ്ങൾക്ക് തന്നിട്ടുള്ളത്. മെഡിക്കൽ പ്രൊഫഷണൽ റെസിപ്റ്റിന് ഇതിനൊന്നും ഫോർമാറ്റ് ഇല്ല. ആകെ ഇൻകം ടാക്സിൽ പറയുന്നത് എന്താണ്, പ്രൊഫഷണൽ റെസിപ്റ്റിൽ നിന്ന് പ്രൊഫഷണൽ പേയ്മെന്റ് മൈനസ് ചെയ്യൂ, അപ്പോൾ കിട്ടുന്നതാണ് പ്രൊഫഷണൽ ഇൻകം എന്നേ പറയുന്നുള്ളൂ. പ്രൊഫഷണൽ റെസിപ്റ്റ്സ് ഒക്കെ നമ്മൾ കുറച്ച് ലിസ്റ്റ് ചെയ്ത് ഉണ്ടാക്കിയതാണ് നമ്മുടെ പഠനം ഈസി ആവാൻ വേണ്ടിയിട്ട്. അതുപോലെ നിങ്ങൾ ഒന്നുകൂടി ഈസി ആക്കാൻ വേണ്ടി വേണമെങ്കിൽ ചാർട്ടേഡ് അക്കൗണ്ട്സിന്റെയും അതുപോലെ തന്നെ അഡ്വക്കേറ്റ്സിന്റെയും പ്രൊഫഷണൽ റെസിപ്റ്റും പ്രൊഫഷണൽ പേയ്മെന്റ്സും ഒന്ന് ലിസ്റ്റ് ഉണ്ടാക്കി പഠിച്ചാൽ നിങ്ങൾക്ക് ഐറ്റം കാണുമ്പോൾ പെട്ടെന്ന് തിരിച്ചറിയാൻ പറ്റും. ഓക്കെ, ദെൻ രണ്ടാമത്തെ ഒരു പ്രോബ്ലം ഉണ്ട് അതിൽ. സെക്കൻഡ് പ്രോബ്ലം നമുക്ക് ഇന്ന് ഡിസ്കസ് ചെയ്യാനുള്ള സമയം ഇല്ല.
ഞാൻ അതിന്റെ എന്താ ക്വസ്റ്റ്യൻ വേണമെങ്കിൽ ഒന്ന് ഡിസ്കസ് ചെയ്ത് പറഞ്ഞുതരാം. ആൻസർ നിങ്ങൾ ഒറ്റയ്ക്ക് ചെയ്യോ? അതോ നമുക്ക് അടുത്ത ദിവസം മൊത്തം ഒരുമിച്ച് ചെയ്താൽ മതി? എങ്ങനെയാണ്? ഒരുമിച്ച് ചെയ്യാം. ഓക്കെ. നമുക്ക് നെക്സ്റ്റ് ഇടാം നോക്കാം അങ്ങനെയാണെങ്കിൽ കേട്ടോ. ശരി.